PC ക്രൗണ്ട് പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ അസിസ്റ്റന്റ് സെയിൽസ്മാന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഏതൊരു PSC പരീക്ഷയ്ക്കും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് പഠിപ്പിക്കാനായിട്ടാണ് ഞാൻ വന്നേക്കുന്നത്. കഴിഞ്ഞ കുറേ നാളെ നമ്മൾ അസിസ്റ്റന്റ് സെയിൽസ്മാന് വേണ്ടി 200 ഡേ ചലഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതുവരെ ചെയ്തിട്ടുള്ള മുഴുവൻ വീഡിയോസും പ്ലേലിസ്റ്റ് ആയിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. കണ്ടു നോക്കാൻ താല്പര്യമുള്ളവർക്ക് കണ്ടു നോക്കാവുന്നതാണ്. ആദ്യമായിട്ടാണ് PSC ക്രൗണ്ട് യൂട്യൂബ് ചാനൽ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം തുടർന്ന് വീഡിയോ കാണാൻ ഇഷ്ടമെങ്കിൽ വീഡിയോക്ക് ലൈക്ക് അടിക്കുക, ഒന്ന് കമന്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അസിസ്റ്റന്റ് സെയിൽസ്മാന് വേണ്ടി നമുക്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പാണ്. ഗ്രൂപ്പിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അസിസ്റ്റന്റ് സെയിൽസ്മാന് വേണ്ടി നമ്മൾ 25 മോഡൽ എക്സാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓരോ മോഡൽ എക്സാം കഴിഞ്ഞ് നെക്സ്റ്റ് ഡേ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്ന രീതിയിലാണ് ഈ മോഡൽ എക്സാം സെറ്റ് ചെയ്തേക്കുന്നത്. അതുപോലെ തന്നെ സ്റ്റഡി മെറ്റീരിയൽസ് നമ്മൾ കൊടുക്കുന്നുണ്ട് അസിസ്റ്റന്റ് സെയിൽസ്മാന് വേണ്ടി. അപ്പോൾ സ്റ്റഡി മെറ്റീരിയൽസ് മോഡൽ എക്സാമോ വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ അസിസ്റ്റന്റ് സെയിൽസ്മാൻ എന്ന് പറഞ്ഞ് വാട്സ്ആപ്പ് മെസ്സേജ് ചെയ്താൽ മതിയാകും കേട്ടോ. മറക്കണ്ട, ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. നമുക്ക് സ്റ്റഡി മെറ്റീരിയൽസ് വേണ്ടവരെല്ലാവരും മെസ്സേജ് ചെയ്യുക. 25 ഡേ മോഡൽ എക്സാമിൽ കൃത്യമായിട്ട് പങ്കെടുക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നെക്സ്റ്റ് ഡേ നമ്മൾ റാങ്ക് ലിസ്റ്റ് ഒക്കെ പബ്ലിഷ് ചെയ്യുമ്പോൾ അതിന്റെ കോൺഫിഡൻസ് ലെവൽ ഉയർത്താനായിട്ട് സാധിക്കും. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പൊതുവിജ്ഞാനത്തില് ചരിത്രം എന്ന ഭാഗത്ത് നിന്ന് PSC ഇതുവരെ ചോദിച്ചിട്ടുള്ള മുഴുവൻ ചോദ്യങ്ങളും അനുബന്ധ വസ്തുതകളുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത് പോകാൻ പോകുന്നത് കേട്ടോ. അപ്പൊ ചരിത്രത്തിലെ കേരളത്തിലെ മുഴുവൻ കാര്യങ്ങളും, അതായത് യൂറോപ്യന്മാരുടെ വരവ്, മാർത്താണ്ഡവർമ്മ ചിത്തിര പെരുന്നാൾ വരെ, കേരള നവോത്ഥാനം, കേരള ദേശീയ പ്രസ്ഥാനം, കേരള ചരിത്ര സ്രോതസ്സുകൾ, ഐക്യ കേരള പ്രസ്ഥാനം, 56 ശേഷം കേരള രാഷ്ട്രീയ ചരിത്രം വരെയുള്ള മുഴുവൻ കാര്യങ്ങൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത് പോകാം കേട്ടോ. ഫസ്റ്റ് ചോദ്യം ഇതാണ്: ഇന്ത്യയിലെ രണ്ടാമത്തെ പോർച്ചുഗീസ് വൈസ്രോയി ആണ് ആര്? അൽഫോൺസ ഡി അൽബുക്കർക്ക്. അപ്പൊ ഇന്ത്യയിലെ രണ്ടാമത്തെ പോർച്ചുഗീസ് വൈസ്രോയി ആരാണ്? അൽഫോൺസ ഡി അൽബുക്കർക്ക് ആണെന്ന് ഓർക്കുക കേട്ടോ. അപ്പൊ അൽബുക്കർക്കിന്റെ പ്രത്യേകത എന്താ? ഇന്ത്യയിലെ പോർച്ചുഗീസ് സാമ്രാജ്യത്തിന്റെ സ്ഥാപകനായിട്ടാണ് ആരറിയപ്പെടുന്നത്? നമ്മുടെ അൽഫോൺസ ഡി അൽബുക്കർക്ക് എന്തെന്നറിയപ്പെടുന്നു? ഇന്ത്യയിലെ പോർച്ചുഗീസ് സാമ്രാജ്യത്തിന്റെ സ്ഥാപകൻ എന്ന രീതിയിലാണ് അദ്ദേഹം അറിയപ്പെടുന്നത് എന്ന് ഓർക്കുക. ഇന്ത്യയിലെ പോർച്ചുഗീസ് കോളനി വൽക്കരണത്തിന് നേതൃത്വം നൽകിയ വൈസ്രോയി, ഇന്ത്യയിലെ പോർച്ചുഗീസ് വൽക്കരണ ഇതിനകത്ത് നേതൃത്വം നൽകിയ വൈസ്രോയി കൂടിയാണ് ആര്? നമ്മുടെ അൽബുക്കർക്ക്. കോഴിക്കോട് നഗരം ആക്രമിച്ച പോർച്ചുഗീസ് വൈസ്രോയി, കോഴിക്കോട് നഗരം ആക്രമിച്ചതും ആര് തന്നെയാണ്? ഈ അൽഫോൺസ ഡി അൽബുക്കർക്ക് ആണ് കേട്ടോ. അതുപോലെ മാനുവൽ കോട്ട പണി കഴിപ്പിച്ച പോർച്ചുഗീസ് വൈസ്രോയും ഗോവ പിടിച്ചെടുക്കാൻ നേതൃത്വം നൽകിയതും ഒക്കെ ആരാ? ഈ അൽഫോൺസ ഡി അൽബുക്കർക്ക് ആണെന്ന് ഓർക്കുക കേട്ടോ. ഇനി ഇന്ത്യയിൽ സമുദ്രത്തിന്റെ ആധിപത്യത്തിന് വേണ്ടി കാർട്ടസ് വ്യവസ്ഥ നടപ്പിലാക്കിയ പാശ്ചാത്യ രാജ്യം ഏതാണ്? പോർച്ചുഗൽ ആണ് കേട്ടോ. ഏതാണ്? നമ്മുടെ ഇന്ത്യൻ സമുദ്രത്തിന്റെ ആധിപത്യത്തിന് വേണ്ടി കാർട്ടസ് വ്യവസ്ഥ നടപ്പിലാക്കിയ പാശ്ചാത്യ രാജ്യമാണ് ഏത്? പോർച്ചുഗൽ. അപ്പൊ നിങ്ങൾ വിചാരിക്കും എന്താണ് ഈ കാർട്ടസ് വ്യവസ്ഥ എന്ന് പറഞ്ഞാൽ? കാർട്ടസ് വ്യവസ്ഥ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ത്യയുടെ ഏതെങ്കിലും ഭാഗങ്ങളുമായി മറ്റു കപ്പലുകൾ വ്യാപാരം തടയുന്നതിന് വേണ്ടി പോർച്ചുഗീസ് ഉദ്യോഗസ്ഥർ നൽകിയിരുന്ന പാസ് ആണ് എന്തെന്നറിയപ്പെടുന്നത്? കാർട്ടസ് എന്നറിയപ്പെടുന്നത്. അപ്പൊ ഈ കാർട്ടസ് വ്യവസ്ഥ പ്രകാരം എങ്ങനെയാ? നമ്മൾ ഈ ഒരു സമുദ്രത്തിലൂടെ പാസ് ചെയ്ത് പോകണമെങ്കിൽ എന്താ? അവർക്കൊരു പാസ് കൊടുക്കണം ഈ കപ്പലുകാർക്ക്. അപ്പൊ ഈ പോർച്ചുഗീസ് അല്ലാത്ത കപ്പലുകളെ ഒന്നും ഒരിക്കലും എന്ത് ചെയ്യില്ല, ഇവർ കടത്തിവിടില്ല. അപ്പൊ ആ ഒരു വ്യവസ്ഥയാണ് കാർട്ടസ് എന്ന പേരിൽ അറിയപ്പെടുന്നത് കേട്ടോ. അപ്പൊ ഇന്ത്യയുടെ രണ്ടാമത്തെ പോർച്ചുഗീസ് വൈസ്രോയി ആർ? ഇപ്പൊ തന്നെ പഠിച്ചേ, അൽഫോൺസ ഡി അൽബുക്കർക്ക് ആണ്. എന്താണ്? ഇന്ത്യൻ സമുദ്രത്തിന്റെ ആധിപത്യത്തിന് വേണ്ടി കാർട്ടസ് വ്യവസ്ഥ നടപ്പിലാക്കിയ പാശ്ചാത്യ രാജ്യം ഏതാ? പോർച്ചുഗലാണ്. ഇനി ഇന്ത്യൻ സമുദ്രത്തിലെ വ്യാപാരത്തിന് മേൽ കുത്തക സ്ഥാപിക്കുന്ന വ്യവസ്ഥയാണ് കാർട്ടസ് കൊണ്ടുവന്നത്. നമ്മൾ പറഞ്ഞിരുന്നല്ലേ, ആരാണത്? പോർച്ചുഗീസുകാരാണ് കാർട്ടസ് വ്യവസ്ഥ കൊണ്ടുവന്നത്. പോർച്ചുഗീസുകാരുടെ കയ്യിൽ നിന്നും ചാലിയൻ കോട്ട തിരിച്ചുപിടിക്കാൻ സാമൂതിരിയെ സഹായിച്ചത് ആരാ? പോർച്ചുഗീസുകാരുടെ കയ്യിൽ നിന്ന് നമ്മുടെ ചാലിയം കോട്ട തിരിച്ചു പിടിക്കാൻ സാമൂതിരിയെ സഹായിച്ചത് കുഞ്ഞാലി മരയ്ക്കാർ മൂന്നാമനാണ്. ആരാണ്? കുഞ്ഞാലി മരയ്ക്കാർ മൂന്നാമൻ. അപ്പൊ കോഴിക്കോട് ഭരണം നടത്തിയിരുന്ന സാമൂതിരിയുടെ നാവികപ്പടയുടെ തലവന്മാരെയാണ് കേട്ടോ എന്തെന്ന് വിളിച്ചിരുന്നത്? കുഞ്ഞാലി മരയ്ക്കാർമാർ എന്ന് വിളിച്ചത്. കുഞ്ഞാലി മരയ്ക്കാർമാർ എന്ന് വെച്ചാൽ ആരാണ്? കോഴിക്കോട് ഭരണം നടത്തിയിരുന്ന സാമൂതിരിയുടെ നാവികപ്പടയുടെ തലവന്മാരെയാണ് കുഞ്ഞാലി മരയ്ക്കാന്മാർ എന്ന് വിളിച്ചിരുന്നത്. കുഞ്ഞാലി മരയ്ക്കാരുടെ ആസ്ഥാനം എവിടെയാ? വടകരയ്ക്ക് അടുത്തുള്ള പുതുപ്പണത്തെ മരയ്ക്കാർ കോട്ടയായിരുന്നു കുഞ്ഞാലി മരയ്ക്കാന്മാരുടെ ആസ്ഥാനം എന്ന് പറയുന്നത് കേട്ടോ. അതുകൂടി ഇതിന്റെ കൂടെ നിങ്ങൾ ഒന്ന് കണക്ട് ചെയ്ത് ഓർത്തിരിക്കുക. ഇനി കേരളത്തെ ബ്രിട്ടീഷുകാരുടെ പ്രത്യക്ഷ ഭരണത്തിലുണ്ടായിരുന്ന മേഖല, മേഖല ഏതായിരുന്നു? അത് മലബാർ ആയിരുന്നു. ഏതായിരുന്നു? മലബാർ ആയിരുന്നു കേട്ടോ. അതുപോലെ തന്നെ ബ്രിട്ടീഷുകാർക്ക് ലഭിക്കാനിടയാക്കിയ ഉടമ്പടി, ബ്രിട്ടീഷുകാർക്ക് ലഭിക്കാനിടയാക്കിയ ഉടമ്പടി ഏതാ? ശ്രീരംഗപട്ടണം ഉടമ്പടി. ഏതാണ്? ശ്രീരംഗപട്ടണ ഉടമ്പടിയാണ് കേട്ടോ. അപ്പൊ ശ്രീരംഗപട്ടണ ഉടമ്പടി എന്നാ വന്നേ? 1792 ശ്രീരംഗപട്ടണ ഉടമ്പടി വരുന്നത്.
അതുപോലെ തന്നെ ടിപ്പു സുൽത്താൻ എന്ന് ബ്രിട്ടീഷുകാർക്ക് മലബാർ ലഭിച്ചു എന്തിലൂടെ? ഈ ശ്രീരംഗപട്ടണ ഉടമ്പടിയിലൂടെ എന്നുകൂടി ഒന്ന് കണക്ട് ചെയ്ത് ഓർത്തിരിക്കുക കേട്ടോ. മലബാർ ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിലായ പ്രസ്താവനയും ബന്ധപ്പെട്ട ശരിയായ വസ്തുത ഏതെല്ലാം? ഏതാ? നമ്മൾ പറഞ്ഞിരുന്നത് അല്ലെ, ശ്രീരംഗപട്ടണ ഉടമ്പടി പ്രകാരമാണ്. അതുപോലെ ക്യാനിং പ്രഭു തീരുമാനം അനുസരിച്ച് അല്ല, തെറ്റാണ്. മൈസൂർ യുദ്ധത്തിന്റെ ടിപ്പുവിന്റെ തോൽവിയെ തുടർന്ന്. ശരിയാണോ? ശരിയാണ്. 1, 2, 3 ശരി. ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക. ഇനി മലയാളത്തിലെ ആദ്യ വ്യാകരണ ഗ്രന്ഥം തയ്യാറാക്കിയത് ആരാണ്? മലയാളത്തിലെ ആദ്യത്തെ വ്യാകരണ ഗ്രന്ഥം തയ്യാറാക്കിയത് ആരാ? അത് നമ്മുടെ ആഞ്ചലോസ് ഫ്രാൻസിസ് ആണ് കേട്ടോ. ആഞ്ചലോസ് ഫ്രാൻസിസ് ആണ് എന്ത് ചെയ്തത്? മലയാളത്തിലെ ആദ്യത്തെ വ്യാകരണ ഗ്രന്ഥം തയ്യാറാക്കിയത്. മലയാളത്തിൽ അച്ചടിച്ച ആദ്യത്തെ സമ്പൂർണ്ണ ഗ്രന്ഥം ഏത്? അങ്ങനെയാണെങ്കിൽ അത് സംക്ഷേപ വേദാർത്ഥമാണ് കേട്ടോ. അതുകൂടി ഒന്ന് ഓർത്തിരിക്കണേ. മലയാളത്തിൽ അച്ചടിച്ച ആദ്യത്തെ സമ്പൂർണ്ണ ഗ്രന്ഥം ഏതാ? സംക്ഷേപ വേദാർത്ഥമാണ്. രാജസമാചാരം എന്ന പത്രം ആരംഭിച്ചത് ആരാണ്? രാജസമാചാരം എന്ന് പറയുന്ന പത്രം ആരംഭിച്ചത് ഹെർമൻ ഗുണ്ടേർട്ട് ആണ് കേട്ടോ. ഹെർമൻ ഗുണ്ടേർട്ട് ആണ് രാജസമാചാരം എന്ന് പറയുന്ന പത്രം ആരംഭിച്ചത്. മലയാളത്തെ ആദ്യ വ്യാകരണ ഗ്രന്ഥം ഏതാ? അത് നമ്മുടെ എന്താ ആഞ്ചലോസ് ഫ്രാൻസിസ് ആണ് വ്യാകരണ ഗ്രന്ഥം തയ്യാറാക്കിയത്. ഇനി ആദ്യമേ മലയാളം നിഘണ്ടു സമാഹരിച്ച് തയ്യാറാക്കിയത് അല്ലെ, ആദ്യമായിട്ട് മലയാളം നിഘണ്ടു സമാഹരിച്ച് തയ്യാറാക്കിയത് ആര് തന്നെയാണ്? ഈ ഹെർമൻ ഗുണ്ടേർട്ട് തന്നെയാണ് ആദ്യമായിട്ട് മലയാളം നിഘണ്ടു സമാഹരിച്ച് തയ്യാറാക്കിയത് കൂടി ഓർക്കുക കേട്ടോ. മലയാളത്തിലെ ആദ്യത്തെ വ്യാകരണ ഗ്രന്ഥം തയ്യാറാക്കിയത് ആരാ? അത് ഹെർമൻ ഗുണ്ടേർട്ട് ആണ്. അതുപോലെ തന്നെ മലയാളത്തിലെ ആദ്യത്തെ നിഘണ്ടു രൂപപ്പെടുത്തിയത് ആരാ? അർണോസ് പാദ്രിയാണ് കേട്ടോ. അർണോസ് പാദ്രിയാണ് മലയാളത്തിലെ ആദ്യത്തെ നിഘണ്ടു തയ്യാറാക്കിയത്. മലയാളത്തിലെ മലയാളം ഇംഗ്ലീഷ് നിഘണ്ടു തയ്യാറാക്കിയത് ആരാ? ഡോക്ടർ ഹെർമൻ ഗുണ്ടേർട്ട് ആണ് മലയാളം ഇംഗ്ലീഷ് നിഘണ്ടു തയ്യാറാക്കിയത്. ഇംഗ്ലീഷ് മലയാളം നിഘണ്ടു തയ്യാറാക്കിയത് ആരെന്ന് ചോദിക്കുവാണെങ്കിൽ ബെഞ്ചമിൻ ബെയ്ലി ആണ് കേട്ടോ. മാറിപ്പോവരുത്, ശ്രദ്ധിച്ചു കേട്ടിരുന്നേ. ഇംഗ്ലീഷ് മലയാളം നിഘണ്ടു തയ്യാറാക്കിയത് ബെഞ്ചമിൻ ബെയ്ലി ആണ്. 1846 കേട്ടോ. എന്നാ 1846 മലയാളം ഇംഗ്ലീഷ് നിഘണ്ടു തയ്യാറാക്കിയത് ആരാ? ഡോക്ടർ ഹെർമൻ ഗുണ്ടേർട്ട് ആണ് കേട്ടോ. ആരാണ്? ഡോക്ടർ ഹെർമൻ ഗുണ്ടേർട്ട് ആണെന്ന് കൂടി ഓർക്കുക. കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിച്ച ക്രിസ്ത്യൻ മിഷണറി സംഘമായിട്ടുള്ള ബാസൽ ഇവലാഞ്ചിക്കൽ മിഷൻ താഴെ പറയുന്നവ ഏതു ഭാഗം കേന്ദ്രീകരിച്ചാണ് പ്രവർത്തിച്ചിരുന്നത്? അപ്പം എന്താണ് ബാസൽ ഇവലാഞ്ചിക്കൽ മിഷൻ ഏതു ഭാഗം പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്? മലബാർ ആണ് കേട്ടോ. ഏതാണ്? മലബാർ ആണെന്ന് ഓർക്കുക. അങ്ങനെയാണ് ചർച്ച് മിഷൻ സൊസൈറ്റി എങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്? കൊച്ചി തിരുവിതാംകൂറിലാണ് ചർച്ച് മിഷൻ സൊസൈറ്റി പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. ലണ്ടൻ മിഷൻ സൊസൈറ്റി തിരുവിതാംകൂറിലാണ് പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ ലണ്ടൻ മിഷൻ സൊസൈറ്റി എവിടെയാ? തിരുവിതാംകൂറില്. ചർച്ച് മിഷൻ സൊസൈറ്റിയോ? കൊച്ചി തിരുവിതാംകൂറില്. ബാസൽ ഇവലാഞ്ചിക്കൽ മിഷനോ? മലബാറിലാണ് പ്രവർത്തിച്ചുകൊണ്ടിരുന്നത് എന്നുകൂടി ഓർക്കുക കേട്ടോ. ഇനി മലബാർ മേഖല വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്ക് ഇവരിൽ ആരാണ് നേതൃത്വം കൊടുത്തത്? നോക്കിക്കേ. ലണ്ടൻ മിഷൻ സൊസൈറ്റി ആണോ? ശരിയാണോ? തെറ്റാണ് അല്ലെ. അതുപോലെ ചർച്ച് മിഷൻ സൊസൈറ്റി തെറ്റാണ്. ബാസൽ ഇവലാഞ്ചിക്കൽ മിഷൻ ശരിയല്ലേ? നമ്മൾ പറഞ്ഞിരുന്നല്ലേ ബാസൽ ഇവലാഞ്ചിക്കൽ മിഷന്റെ പ്രത്യേകത എന്തായിരുന്നു? കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിച്ച ക്രിസ്ത്യൻ മിഷണറി സംഘമാണ് ഏത്? ബാസൽ ഇവലാഞ്ചിക്കൽ മിഷൻ എന്ന് പറയുന്നത്. അതുകൂടി ഒന്ന് നിങ്ങൾ കണക്ട് ചെയ്ത് ഓർത്തിരിക്കുക കേട്ടോ. അടുത്തത്, കേരളത്തിലെ വിജ്ഞാന മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്നവ തെറ്റായ പ്രസ്താവന ഏതാണ് ഇതിൽ തെറ്റായ പ്രസ്താവന എന്ന് പറയുന്നത്? മലബാർ വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിക്കുന്ന നേതൃത്വം നൽകിയത് ബാസൽ ഇവലാഞ്ചിക്കൽ മിഷനാണ്. ശരിയാണ്. റാണി ഗൗരി പാർവതി സൗജന്യ നിർബന്ധ വിദ്യാഭ്യാസം തിരുവിതാംകൂറിൽ നടപ്പിലാക്കി. ശരിയാണ്. കൊച്ചിയിലെ ആദ്യ സ്കൂൾ 1818 സ്വാതി തിരുനാളിന്റെ കാലത്ത് സ്ഥാപിക്കപ്പെട്ടു. ശരിയാണോ? തെറ്റാണ് അല്ലെ. സ്പാനിഷ് മിഷണറി ആയിരുന്ന ടിങ്കിൾ ഡാൻ നാഗർകോവിൽ ഉൾപ്പെടെയുള്ള പ്രദേശത്ത് ഇംഗ്ലീഷ് സ്കൂൾ സ്ഥാപിക്കുകയുണ്ടായി. അത് ശരിയാണ്. അപ്പോ ഓപ്ഷൻ സി ആണ് ഇവിടെ റൈറ്റ് ആൻസർ ആയിട്ട് വരും. തെറ്റായിട്ടുള്ള പ്രസ്താവനയല്ലേ ചോദിച്ചിട്ടുണ്ടായിരുന്നേ. അടുത്ത ചോദ്യം, താഴെ പറയുന്ന വസ്തുതകളിൽ ശരിയായത് കണ്ടെത്തുക. താഴെ കൊടുത്തിരിക്കുന്ന വസ്തുതകളിൽ ഏതൊക്കെയാണ് ശരിയായതെന്ന് ചോദിച്ചേക്കുന്നത്. 1789 ടിപ്പു സുൽത്താൻ കേരളം ആക്രമിച്ചു. ശരിയാണോ? ശരിയാണ്. 1788 ശങ്കരാചാര്യർ ജനിച്ചു. ശരിയാണോ? തെറ്റാണ്. 1853 കൂനംകുരി സത്യാഗ്രഹം. ശരിയായത് കണ്ടെത്താണ് പറഞ്ഞേക്കുന്നത്. 1789 ടിപ്പു സുൽത്താൻ കേരളം ആക്രമിച്ചു. ശരിയാണ് അല്ലെ. 788 ശങ്കരാചാര്യർ ജനിച്ചു. ശരിയാണ്. 1553 കൂനൻകുരിശ് സത്യം. തെറ്റാണ്. 1341 വെള്ളപ്പൊക്കത്തെ തുടർന്ന് മസൂരീസ് തുറമുഖം അപ്രത്യക്ഷമാവുകയും കൊച്ചി തുറമുഖം രൂപം കൊള്ളുകയും ചെയ്തു. ശരിയാണ്. 1, 2, 4 ശരി. 1, 2,
നാലുമാണ് എന്ത് ചെയ്യുന്നത് ശരിയായിട്ട് വരും. ഓപ്ഷൻ സി ആണ് ഇവിടെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. അപ്പോ കൂനംകുരിശ് പ്രതിജ്ഞയ്ക്ക് ശേഷം സുറിയാനികൾ മെത്രോപ്പൊലിത്തനെ അഭിഷേകം ചെയ്ത വ്യക്തി ആരാണ്? ആർച്ച് ഡീക്കൻ തോമസ് ആണ് കേട്ടോ. അപ്പൊ എന്താണ് ഈ കൂനംകുരിശ് പ്രതിജ്ഞ എന്ന് പറയുന്നത്? കൂനംകുരിശ് പ്രതിജ്ഞ 1553 തെറ്റായുള്ള പ്രസ്താവനയാണല്ലോ. കൂനംകുരിശ് പ്രതിജ്ഞ എന്ന് പറഞ്ഞാൽ എന്താ? മതരംഗത്ത് പോർച്ചുഗീസുകാരുടെ പരാജയത്തിനിടയാക്കിയ സംഭവമാണ് ഏത്? കൂനംകുരിശ് പ്രതിജ്ഞ എന്ന് പറയുന്നത് കേട്ടോ. മതരംഗത്ത് പോർച്ചുഗീസുകാരുടെ പരാജയത്തിനിടയാക്കിയ സംഭവമാണ് ഏത് പേരിൽ അറിയപ്പെടുന്നത്? കൂനൻ കുരിശു പ്രതിജ്ഞ എന്ന പേരിൽ അറിയപ്പെടുന്നത് എന്ന് കൂടി ഓർക്കുക കേട്ടോ. ഇനി എന്താ അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. അഞ്ചുതെങ്ങ് കോട്ട സ്ഥിതി ചെയ്യുന്ന ജില്ല ഏത് ജില്ലയിലാണ് അഞ്ചുതെങ്ങ് കോട്ട സ്ഥിതി ചെയ്യുന്നത്? തിരുവനന്തപുരത്താണ് അഞ്ചുതെങ്ങ് കോട്ട സ്ഥിതി ചെയ്യുന്നത്. എവിടെയാണ്? തിരുവനന്തപുരത്താണ് അഞ്ചുതെങ്ങ് കോട്ട സ്ഥിതി ചെയ്യുന്നത്. കുരുമുളകിന്റെ വ്യാപാര കുത്തക ബ്രിട്ടീഷുകാർ സ്വന്തമാക്കിയതിന് എന്താണ് ബന്ധപ്പെട്ടുണ്ടായ കലാപം? കുരുമുളകിന്റെ വ്യാപാര കുത്തക ബ്രിട്ടീഷുകാര് സ്വന്തമാക്കിയതുമായി ബന്ധപ്പെട്ടുണ്ടായ കലാപം ഏതാണ്? അഞ്ചുതെങ്ങ് കലാപമാണ്. അപ്പൊ എന്താണ് കുരുമുളകിന്റെ കുത്തക ബ്രിട്ടീഷുകാർ സ്വന്തമാക്കി ബന്ധപ്പെട്ട കലാപമാണ് ഏത്? അഞ്ചുതെങ്ങ് കലാപം എന്ന് പറയുന്നത്. അഞ്ചുതെങ്ങ് കലാപം നടന്ന വർഷം ഏതാ? 1697 എന്ത് സംഭവിക്കുന്നത്? അഞ്ചുതെങ്ങ് കലാപം നടക്കുന്നത്. എന്നാണ്? 1697. അപ്പൊ അഞ്ചുതെങ്ങ് കോട്ട സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? തിരുവനന്തപുരമാണ്. കുരുമുളകിന്റെ വ്യാപാര കുത്തക ബ്രിട്ടീഷുകാർ സ്വന്തമാക്കിയത് ബന്ധപ്പെട്ടുണ്ടായ കലാപമാണ് ഏത്? അഞ്ചുതെങ്ങ് കലാപം. അഞ്ചുതെങ്ങ് കലാപം നടന്ന വർഷം ഏതാ? 1697 എന്ത് നടക്കുന്നത്? അഞ്ചുതെങ്ങ് കലാപം നടക്കുന്നത് നോക്കാം കേട്ടോ. അപ്പൊ ഇനി എന്താണ് അഞ്ചുതെങ്ങ് കലാപം? നമുക്കൊന്ന് വിശദമായിട്ട് നോക്കിയാലോ. അഞ്ചുതെങ്ങ് കലാപം പറഞ്ഞിരുന്നല്ലേ? ഏത് വർഷം നടക്കുന്നേ? 1697 എന്ത്? കുരുമുളകിന്റെ വ്യാപാര കുത്തക ഈ ബ്രിട്ടീഷുകാർ സ്വന്തമാക്കിയതായിരുന്നു അഞ്ചുതെങ്ങ് കലാപത്തിന് കാരണം. ഈ തിരുവനന്തപുരത്ത് അഞ്ചുതെങ്ങില് ബ്രിട്ടീഷുകാർക്ക് വലിയൊരു പണ്ടകശാല ഉണ്ടായിരുന്നു. അത് ഈ ബ്രിട്ടീഷുകാർക്ക് പണിയാൻ അനുമതി കൊടുത്തത് ആറ്റിങ്ങൽ റാണി അല്ലെങ്കിൽ ഉമയമ്മ റാണിയായിരുന്നു. അങ്ങനെ ഇവിടെ പണ്ടകശാല ബ്രിട്ടീഷുകാർ അവിടെ പണിയുകയും ഈ പണ്ടകശാലയിൽ വ്യാപകമായിട്ട് കുരുമുളകിന്റെ കുത്തക അവർ സ്വന്തമാക്കി വെക്കാൻ തുടങ്ങുകയും ചെയ്തു. അതായത് കുരുമുളകിന്റെ വില നിശ്ചയിക്കുന്നത് അവരാണ്. എപ്പോ കുരുമുളക് വിൽക്കണമെന്നും എപ്പോ വാങ്ങണമെന്നും തുടങ്ങിയ കാര്യങ്ങളെല്ലാം കുരുമുളകുമായി ബന്ധപ്പെട്ടുള്ള മുഴുവൻ കാര്യങ്ങൾ ആര് നിയന്ത്രിക്കാൻ തുടങ്ങി? ബ്രിട്ടീഷുകാർ നിയന്ത്രിക്കാൻ തുടങ്ങി. അപ്പോ കൃത്യമായിട്ട് കർഷകർക്ക് വില കിട്ടാത്തതും അതൊക്കെ പ്രതിസന്ധി സൃഷ്ടിച്ചോടെ കർഷകർ എന്ത് ചെയ്തു? ഇതിനെതിരെ എന്താ വലിയ രീതിയിലുള്ള ഒരു തിരിച്ചടി അല്ലെങ്കിൽ അവര് വളരെ ശക്തമായിട്ട് ഇതിനെ പ്രതികരിച്ചു. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് നടന്നാണ് ഈ അഞ്ചുതെങ്ങ് കലാപം എന്ന് പറയുന്നത് കേട്ടോ. അഞ്ചുതെങ്ങ് കോട്ട പണി പൂർത്തിയാക്കിയത് 1695 സമയത്തിലാണ്. ബ്രിട്ടീഷുകാരുടെ ഈ അഞ്ചുതെങ്ങ് കൂടാതെ വേറെ എവിടെയൊക്കെ പണ്ടകശാല ബ്രിട്ടീഷുകാർക്ക് ഉണ്ടായിരുന്നു? വിഴിഞ്ഞത്തും തലശ്ശേരിയിലും ഉണ്ടായിരുന്നു കേട്ടോ. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് വേണാട്ടിൽ ഉണ്ടായിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പണ്ടകശാല ഏതാ? നമ്മൾ പറഞ്ഞിരുന്നല്ലേ? അഞ്ചുതെങ്ങാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അഞ്ചുതെങ്ങ് കൂടാതെ വിഴിഞ്ഞത്തും അതുപോലെ തന്നെ തലശ്ശേരിയിലും പണ്ടകശാല ഉണ്ടായിരുന്നു. താഴെ കൊടുത്തിരിക്കുന്ന ഈ ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന കലാപത്തിൽ ആദ്യത്തേത് ഏതാ? കുരുമുളകിന്റെ വ്യാപകത്വവുമായി ബന്ധപ്പെട്ടുള്ള ആറ്റിങ്ങൽ കലാപമാണ്. ഇനി ആറ്റിങ്ങൽ കലാപം ബന്ധപ്പെട്ട് യോജിക്കാത്ത പ്രസ്താവന ഏത്? ആറ്റിങ്ങൽ കലാപവുമായി ബന്ധപ്പെട്ട് യോജിക്കാത്ത പ്രസ്താവന ഏത് എന്ന് ചോദിച്ചേക്കുന്നത്. കേരളത്തിലെ ആദ്യത്തെ സംഘടിത കലാപം 1721 നടന്നു. ശരിയാണ്. കലാപകാരികൾ ഏഞ്ചലോ കോട്ട പിടിച്ചെടുത്തു. ശരിയാണ്. മാർത്താണ്ഡവർമ്മയ്ക്ക് നേതൃത്വം കൊടുത്തു. തെറ്റാണ്. അപ്പൊ 4 മാത്രമാണ് എന്ത് വരുന്നത്? തെറ്റായിട്ട് വരുന്നത്. എവിടെ നിന്നാണ് ബ്രിട്ടീഷ് സൈന്യമാണ് ആറ്റിങ്ങൽ കലാപം അടിച്ചമർത്തിയത്? എവിടെ നിന്നുള്ളവരാ? നമ്മുടെ തലശ്ശേരിയിൽ നിന്നൊന്നാട്ടോ. തലശ്ശേരിയിൽ നിന്ന്. ഇനി കേരള സിംഹം എന്ന പേരിൽ അറിയപ്പെടുന്നത് ആര്? കേരള സിംഹം എന്ന പേരിൽ അറിയപ്പെടുന്ന ആരാ? പഴശ്ശിരാജയാണ് കേരള സിംഹം എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പൊ നോക്കണേ, പഴശ്ശിരാജയാണ് എന്ത്? കേരള സിംഹം എന്ന പേരിൽ അറിയപ്പെടുന്നത് എന്നുകൂടി ഒന്ന് ഓർത്തിരിക്കുക കേട്ടോ. അപ്പൊ ഇവിടെ ആറ്റിങ്ങൽ കലാപവും ബന്ധപ്പെട്ട് കുറച്ചും കൂടി കാര്യങ്ങൾ നമുക്കൊന്ന് നോക്കാം കേട്ടോ. ആ കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യത്തെ സംഘടിത പ്രക്ഷോഭമാണ് ഏത്? ആറ്റിങ്ങൽ കലാപം. നമ്മൾ പറഞ്ഞിരുന്നു കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യത്തെ കലാപം ചോദിക്കുവാണെങ്കിൽ അഞ്ചുതെങ്ങും, ആദ്യത്തെ സംഘടിത കലാപം കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യത്തെ കലാപം അഞ്ചുതെങ്ങ് കലാപം. കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യത്തെ സംഘടിത കലാപം സംഘടിത കലാപമാണ് ഏത്? ആറ്റിങ്ങൽ കലാപം. 1721 ഏപ്രിൽ 15 എന്നാ 1721 ഏപ്രിൽ 15-ാം തീയതിയാണ് എന്ത് നടക്കുന്നത്? നമ്മുടെ ആറ്റിങ്ങൽ കലാപം നടക്കുന്നത് കേട്ടോ. ആറ്റിങ്ങൽ കലാപാനന്തരം ഒപ്പുവെച്ച ഉടമ്പടി വേണാട് ഉടമ്പടിയാണ്. ആറ്റിങ്ങൽ കലാപത്തിന് അതിനുശേഷം ഒപ്പുവെച്ച ഉടമ്പടി ഏതാണ്? വേണാട് ഉടമ്പടിയാണ്. 1723 വേണാട് ഉടമ്പടി ഒപ്പുവെക്കുന്നത്. മാർത്താണ്ഡ വർമ്മയും അലക്സാണ്ടർ ഓമും ചേർന്നിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഈ ഒരു നമ്മുടെ വേണാട് ഉടമ്പടി ഒപ്പുവെക്കുന്നത് എന്ന് കൂടി ഓർക്കുക കേട്ടോ.
അപ്പൊ എവിടെ നിന്നുള്ള സൈനികനാണ് നമ്മുടെ ആറ്റിങ്ങൽ കലാപം അടിച്ചമർത്തിയത്? തലശ്ശേരി എന്നുള്ളതാണ് കേട്ടോ. ആറ്റിങ്ങൽ കലാപ സമയത്ത് വേണാട് രാജാവ് ആദിത്യവർമ്മയായിരുന്നു. അപ്പൊ ആദിത്യവർമ്മയായിരുന്നു ആറ്റിങ്ങൽ കലാപ സമയത്ത് വേണാട് രാജാവ്. 2021 ഏപ്രിൽ 15 300-ാം വാർഷികം ആഘോഷിച്ച കേരളത്തിലെ ബ്രിട്ടീഷ് വിരുദ്ധ പോരാട്ടം ചോദിക്കുകയാണെങ്കിൽ അത് ആറ്റിങ്ങൽ കലാപമാണ്. 2021 ഏപ്രിൽ 15 300-ാം വാർഷികം ആഘോഷിച്ച കേരളത്തിലെ ബ്രിട്ടീഷ് വിരുദ്ധ പോരാട്ടം ഏതാ? അത് ആറ്റിങ്ങൽ കലാപമാണെന്ന് കൂടി നിങ്ങളൊന്ന് ഓർത്തിരിക്കുക കേട്ടോ. ഇനി വീരകേരള സിംഹം എന്ന ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ വിശേഷിപ്പിക്കുന്നത് ആരെയാണ്? നമ്മുടെ പഴശ്ശിരാജാവിനെയാണ് അല്ലെ. പഴശ്ശിരാജാവിനെ കുറിച്ച് നമുക്കൊന്ന് നോക്കിയാലോ. വിപ്ലവത്തിന് നേതൃത്വം നൽകിയ വ്യക്തിയാണ് ആര്? കോട്ടയം കേരളവർമ്മ പഴശ്ശിരാജ. ആരാണ്? കോട്ടയം കേരളവർമ്മ പഴശ്ശിരാജയാണ് എന്ത് ചെയ്തത്? പഴശ്ശി കലാപത്തിന് നേതൃത്വം നൽകിയിട്ടുള്ള രാജാവ്. മലബാറിൽ ബ്രിട്ടീഷുകാർ നേരിട്ടുള്ള ശക്തമായ സമരങ്ങളാണ് പഴശ്ശി വിപ്ലവങ്ങൾ എന്ന് വിളിക്കുന്നത്. അപ്പൊ മലബാറില് ബ്രിട്ടീഷുകാർക്ക് നേരിട്ട് ശക്തമായിട്ടുള്ള സമരങ്ങൾ ഏതാണ്? പഴശ്ശി വിപ്ലവങ്ങളാണ്. പഴശ്ശി വിപ്ലവങ്ങൾക്ക് കാരണമായ ഘടകം ഏതാ? ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ നികുതി പരിഷ്കാരം. ഏതാണ്? ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയിട്ടുള്ള നികുതി പരിഷ്കാരമാണ് പഴശ്ശി വിപ്ലവങ്ങൾക്കുള്ള കാരണം എന്ന് പറയുന്നത്. ജനങ്ങൾ സംഘടിപ്പിച്ച പഴശ്ശിരാജ ബ്രിട്ടീഷുകാർ തിരിയാനുള്ള കാരണം എന്തായിരുന്നു? കോട്ടയം പ്രദേശത്ത് നികുതി പിരിക്കാനുള്ള അവകാശം പഴശ്ശിരാജയ്ക്ക് നൽകാതിരുന്നതും വയനാടിനു മേല് ഇവര് ബ്രിട്ടീഷുകാര് അവകാശം ഉന്നയിച്ചും ഒക്കെയാണ് എന്ത് സംഭവിച്ചത്? ജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് പഴശ്ശിരാജാവ് ബ്രിട്ടീഷുകാർക്കെതിരെ തിരിയാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ മുഴുവൻ പേരെന്താ? കോട്ടയം കേരളവർമ്മ പഴശ്ശിരാജ എന്നാണ്. മലബാറിൽ ബ്രിട്ടീഷുകാർ നേരിട്ട് ശക്തമായ സമരങ്ങളാണ് പഴശ്ശി വിപ്ലവങ്ങൾ എന്ന് പറയുന്നത്. ബ്രിട്ടീഷ് നടപ്പിലാക്കിയ നികുതി പരിഷ്കാരങ്ങളും അതുപോലെ കോട്ടയം പ്രദേശത്ത് നികുതി പിരിക്കാനുള്ള അവകാശം പഴശ്ശിരാജാവിന് ബ്രിട്ടീഷുകാർ കൊടുക്കാതിരുന്നതും വയനാടിന് മേലെ അവകാശവാദം ഉന്നയിച്ചും ഒക്കെ എന്തിലേക്ക് നയിക്കപ്പെട്ടു? പഴശ്ശി വിപ്ലവത്തിലേക്ക് നയിക്കപ്പെട്ടു. ഏത് വിപ്ലവം സാക്ഷ്യം വഹിച്ച മലയാണ്? പുരളിമല. അതാണ് പഴശ്ശി വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണ് പുരളിമല എന്ന് പറയുന്നത് കേട്ടോ. ഇനി ബ്രിട്ടീഷ് രേഖകളിൽ പൈച്ചി രാജ, കൊട്ടിയോട്ട് രാജ എന്ന പേരുകളിൽ അറിയപ്പെടുന്നത് ആരാ? അത് പഴശ്ശിരാജയാണ്. പഴശ്ശിരാജാവിന്റെ ജീവിതം ഇതിവൃത്തമാക്കിയ നോവലാണ് കേരള സിംഹം. ഇത് രചിച്ചത് ആരാ? നമ്മുടെ സർദാർ KM പണിക്കരാണ് കേരള സിംഹം എന്ന് പറയുന്ന നോവൽ രചിച്ചത്. അപ്പൊ പഴശ്ശിരാജാവിന്റെ ജീവിതം ഇതിവൃത്തമാക്കി നോവൽ ഏതാണ്? കേരള സിംഹം. ഇത് രചിച്ചത് ആരാ? അപ്പൊ തന്നെ പഠിച്ചേ, സർദാർ KM പണിക്കരാണ് കേട്ടോ. പഴശ്ശി കലാപം പ്രമേയമാക്കി കേരളവർമ്മ പഴശ്ശിരാജ എന്ന ചിത്രത്തിന്റെ തിരക്കഥ തയ്യാറാക്കിയത് MD വാസുദേവൻ നായരാണ്. പഴശ്ശി വിപ്ലവം പ്രമേയമാക്കി കേരളവർമ്മ പഴശ്ശിരാജ ചിത്രത്തിന്റെ തിരക്കഥ തയ്യാറാക്കിയത് ആരാ? അത് MD വാസുദേവൻ നായരാണ് കേട്ടോ. അപ്പൊ ഒന്നാം പഴശ്ശി കലാപം അവസാനിച്ച വർഷം എന്ന 1797 ഇത് സംഭവിക്കുന്നത്. ഒന്നാം പഴശ്ശി വിപ്ലവം അവസാനിച്ചത്. ഒന്നാം പഴശ്ശി വിപ്ലവത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്തായിരുന്നു? ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി നയം. എന്തായിരുന്നു? ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി നയമായിരുന്നു ഒന്നാം പഴശ്ശി വിപ്ലവത്തിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണമായിട്ട് നമുക്കിവിടെ ചൂണ്ടിക്കാണിക്കാൻ സാധിക്കുന്നത്. അപ്പൊ നോക്കിക്കേ, കേരളവർമ്മ പഴശ്ശിരാജ ചിത്രം സംവിധാനം ചെയ്തത് ആരാ? അങ്ങനെയാണെങ്കിൽ അത് ഹരിഹരനാണ് കേട്ടോ. കേരളവർമ്മ പഴശ്ശിരാജ എന്ന ചിത്രം സംവിധാനം ചെയ്തത് പറഞ്ഞേ ആരാ? ഇപ്പൊ തന്നെ പഠിച്ചേ, ആരാ? ഹരിഹരൻ. ഹരിഹരനാണ് എന്ത് ചെയ്തത്? കേരളവർമ്മ പഴശ്ശിരാജ ചിത്രം സംവിധാനം ചെയ്തത്. പഴശ്ശി കലാപം പ്രമേയമാക്കി കേരളവർമ്മ പഴശ്ശിരാജ ചിത്രത്തിൽ തിരക്കഥ തയ്യാറാക്കിയത് ആരാ? MD ആണ് അല്ലെ. MD വാസുദേവൻ നായരാണിത് തയ്യാറാക്കിയത്. കേരളവർമ്മ പഴശ്ശിരാജയുടെ ചരിത്രം വർണ്ണിച്ചുകൊണ്ട് കൈതക്കൽ ജാതവേദൻ രചിച്ച കൃതി ഏതാ? വീരകേരളം മഹാകാവ്യം. ഏതാ? വീരകേരളം മഹാകാവ്യം. പഴശ്ശി സമരങ്ങൾ എന്ന പുസ്തകം രചിച്ചത് ആരാ? KKN കുറുപ്പ്. KKN കുറുപ്പാണ് എന്ത് ചെയ്തത്? എന്താ? പഴശ്ശി സമരങ്ങൾ എന്ന പുസ്തകം രചിച്ചത്. പഴശ്ശിരാജ ചമയങ്ങളില്ലാതെ ആരാ? മുണ്ടക്കയം ഗോപി. ആരാണ്? മുണ്ടക്കയം ഗോപിയാണ് എന്ത് ചെയ്തത്? പഴശ്ശിരാജ ചമയങ്ങളില്ലാതെ എന്ന പുസ്തകം രചിച്ചത്. പഴശ്ശിരാജാവിന്റെ ജീവിതം ഇതിവൃത്തമാക്കി കേരള സിംഹം എന്ന നോവൽ രചിച്ചത് ആരാ? സർദാർ KM പണിക്കരാണ്. ബ്രിട്ടീഷുകാർക്ക് പിടികൊടുക്കാൻ തന്റെ വജ്രമോതിരം വിഴുങ്ങിയാണ് പഴശ്ശിരാജാവ് ആത്മഹത്യ ചെയ്തു എന്ന് പരാമർശിക്കപ്പെടുന്ന നോവൽ ഏതാ? അത് കേരള സിംഹമാണ് കേട്ടോ. ബ്രിട്ടീഷുകാർക്ക് പിടികൊടുക്കാതെ തന്റെ വജ്രമോതിരം വിഴുങ്ങിയാണ് അദ്ദേഹം ആത്മഹത്യ ചെയ്തതെന്ന് പറയപ്പെടുന്ന നോവലാണ് ഏത്? കേരള സിംഹം എന്ന് പറയുന്നത്. ഇനി ഒന്നാം പഴശ്ശി കലാപം അവസാനിപ്പിച്ച വർഷം ഏതാ? 1797 ഒന്നാം പഴശ്ശി കലാപം അവസാനിക്കുന്നത്. അപ്പൊ എന്തായിരുന്നു ഒന്നാം പഴശ്ശി കലാപത്തിന് പ്രധാനപ്പെട്ട കാരണം? ബ്രിട്ടീഷുകാരുടെ തെറ്റായിട്ടുള്ള
നികുതി നയമായിരുന്നു. എടച്ചേന കുങ്കൻ നായർ, തലക്കൽ ചന്തു, കണ്ണവത്ത് ശങ്കരൻ നമ്പ്യാർ, കൈതേരി അമ്പു എന്നിവർ ഏത് കലാപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഏത് കലാപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്? പഴശ്ശി കലാപവുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. ഏത് കലാപവുമായിട്ടാണ്? പഴശ്ശി കലാപവുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. പഴശ്ശി കലാപ സമയത്ത് തകർക്കപ്പെട്ട ഏഷ്യയിലെ തന്നെ ആദ്യത്തെയും ഏറ്റവും വലുതുമായ കറുവ തോട്ടം എവിടെയാ സ്ഥിതി ചെയ്യുന്നത്? അത് അഞ്ചരക്കണ്ടിയിലാണ് കേട്ടോ. എവിടെയാണ്? അഞ്ചരക്കണ്ടിയിലാണ്. നമ്മൾ പറഞ്ഞിരുന്നു ഒന്നാം പഴശ്ശി വിപ്ലവം നടന്ന സമയം എപ്പോഴാ? 1797 മുതൽ എന്ന് വരെയാ 1797 അവസാനിച്ചു തുടങ്ങിയത്. അപ്പൊ എങ്ങനെയാണ്? 1793 അപ്പൊ 1793 മുതൽ 1797 വരെയാണ് ഒന്നാം പഴശ്ശി കലാപം നടക്കുന്നത്. ഈ പഴശ്ശിരാജയോടൊപ്പം നിന്ന് കമ്പനി സൈന്യത്തെ ശക്തമായി എതിർത്ത വിഭാഗങ്ങൾ ആരൊക്കെയാണെന്നറിയാമോ? ഒന്ന് ഗോത്ര ജനത, മാപ്പിളമാര്, അതുപോലെ നായർ സമുദായത്തിൽപ്പെട്ടവരൊക്കെ എന്ത് ചെയ്തിരുന്നു? ഇദ്ദേഹത്തിനോടൊപ്പം നിന്നുകൊണ്ട് മാക്സിമം ഈ ഒരു ബ്രിട്ടീഷുകാരെ അടിച്ചമർത്താനായിട്ട് ശ്രമിച്ചിരുന്നു. ഇനി വയനാട് വനങ്ങൾ കേന്ദ്രീകരിച്ച് ബ്രിട്ടീഷുകാർക്കെതിരെ ഒളിപ്പോരിൽ യുദ്ധം നടത്തിയത് എന്താ? പഴശ്ശിരാജയാണ് കേട്ടോ. വയനാട് കേന്ദ്ര ബ്രിട്ടീഷുകാർക്കെതിരെ ഒളിപ്പോര് യുദ്ധം നടത്തിയത് ആരായിരുന്നു? അത് പഴശ്ശിരാജാവാണെന്ന് ഓർക്കുക. ഇനി ബ്രിട്ടീഷുകാരുടെ നികുതി വ്യവസ്ഥയെ ചോദ്യം ചെയ്ത് കലാപത്തിൽ പങ്കെടുത്ത ഗോത്ര വിഭാഗക്കാരാണ് ആര്? കുറിച്യരും കുറുമ്പരും. കുറിച്യരും കുറുമ്പരുമായിരുന്നു ബ്രിട്ടീഷുകാരുടെ നികുതി വ്യവസ്ഥയെ ചോദ്യം ചെയ്ത് കലാപത്തിൽ പങ്കെടുത്ത ഗോത്ര വിഭാഗക്കാരെന്ന് പറയുന്നത്. ഇനി കുറിച്യ കലാപത്തിന്റെ നേതാവ് ആരായിരുന്നു? രാമനമ്പിയായിരുന്നു. ആരായിരുന്നു? രാമനമ്പിയായിരുന്നു കേട്ടോ. അപ്പൊ ഈ രണ്ടാം പഴശ്ശി വിപ്ലവത്തിന്റെ കാലഘട്ടം ഒന്ന് പറഞ്ഞേ. അങ്ങനെയാണെങ്കിൽ ഒന്നാം പഴശ്ശി വിപ്ലവം നമ്മൾ പറഞ്ഞിരുന്നല്ലേ? എന്ന് മുതൽ എന്ന് വരെയാ? 1793 മുതൽ 1797 വരെയായിരുന്നു. രണ്ടാം പഴശ്ശി കലാപം ഒന്നാം പഴശ്ശി കലാപമാണിത്. രണ്ടാം പഴശ്ശി കലാപം എങ്ങനെയാ നടന്നത്? അപ്പൊ എങ്ങനെയാണെങ്കിൽ 1800 മുതൽ 1805 വരെയാണ് രണ്ടാം പഴശ്ശി കലാപം നടക്കുന്നത്. രണ്ടാം പഴശ്ശി വിപ്ലവത്തിന് പെട്ടെന്നുള്ള കാരണം എന്താ? ബ്രിട്ടീഷുകാർ വയനാട് പിടിച്ചെടുക്കാൻ ശ്രമിച്ചാണ്. ഒന്നാം പഴശ്ശി കലാപത്തിന് എന്തായിരുന്നു കാരണം? ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി നയമായിരുന്നെങ്കിൽ രണ്ടാം പഴശ്ശി കലാപത്തിന് കാരണം എന്തായിരുന്നു? ബ്രിട്ടീഷുകാർ വയനാട് പിടിച്ചെടുക്കാൻ ശ്രമിച്ചതായിരുന്നു. പഴശ്ശിരാജയുടെ പ്രധാനമന്ത്രി ആരാ? കണ്ണവത്ത് ശങ്കരൻ നമ്പ്യാരാണ് കേട്ടോ. ആരാണ്? കണ്ണവത്ത് ശങ്കരൻ നമ്പ്യാരാണ്. പഴശ്ശിരാജയുടെ സർവ്വ സൈന്യാധിപനോ? കൈതേരി അമ്പു നായരാണ്. ആരാണ്? കൈതേരി അമ്പു നായർ. നമ്മൾ പറഞ്ഞിരുന്നു ബ്രിട്ടീഷുകാർക്കെതിരെ ഒളിപ്പോര് നടത്തിയിരുന്നു അല്ലെ? ആ ഒളിപ്പോര് ഒരു പേരുണ്ടായിരുന്നു, ഗറില്ല യുദ്ധം. അപ്പൊ ഗറില്ല യുദ്ധം ആരുമായി ബന്ധപ്പെട്ടതാ? നമ്മുടെ പഴശ്ശി രാജാവുമായി ബന്ധപ്പെട്ടതാണെന്ന് കൂടി ഓർത്തിരിക്കുക കേട്ടോ. അതുപോലെ തന്നെ പഴശ്ശി രാജാവിനെ എന്താണ് യുദ്ധത്തിൽ പഴശ്ശിയെ സഹായിച്ചവർ ആരൊക്കെ ചോദിക്കുവാണെങ്കിൽ ചെമ്പൻ പോക്കർ, കൈതേരി അമ്പു നായർ, എടച്ചേന കുങ്കൻ നായർ, വയനാട്ടിലെ കുറിച്ച് നേതാവ് തലക്കൽ ചന്തു, അത്തൻകുരുക്കളൊക്കെ ആരെ സഹായിച്ചിരുന്നു? പഴശ്ശി രാജാവിനെ ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള പോരാട്ടത്തിൽ ഹെൽപ്പ് ചെയ്തിരുന്നു കേട്ടോ. ഇനി എടച്ചേന കുങ്കൻ, തലക്കൽ ചന്തു എന്നിവർ ചേർന്ന് പനമരം കോട്ട പിടിച്ചെടുത്തത് 1802 കേട്ടോ. അപ്പൊ 1802 എടച്ചേന കുങ്കനും തലക്കൽ ചന്തു എന്നിവർ ചേർന്ന് പനമരം കോട്ട പിടിച്ചെടുത്തത്. പനമരം എവിടെയാ? വയനാട് ജില്ലയിലാണ് എന്ന് സ്ഥിതി ഓർക്കുന്നത് കേട്ടോ. ഇനി പഴശ്ശിരാജ മരണം അടഞ്ഞെന്ന് ചോദിക്കുവാണെങ്കിൽ 1805 നവംബർ 30-ാം തീയതിയാണ് കേട്ടോ. 1805 നവംബർ 30-ാം തീയതിയാണ് പഴശ്ശിരാജാവ് മരണമടയുന്നത്. കൊല്ലപ്പെട്ട സ്ഥലം മാവിലന്തോടാണ് കേട്ടോ. മാവിലന്തോട് എവിടെയാ? വയനാട് ജില്ലയിലാണ് മാവിലന്തോട് സ്ഥിതി ചെയ്യുന്നത് കൂടി ഓർക്കുക. ഇനി നമുക്ക് കുറിച്യ കലാപത്തെ കുറിച്ച് നമ്മൾ കുറച്ച് കാര്യങ്ങൾ നോക്കിയിരുന്നു അല്ലെ? അപ്പൊ കുറിച്യ കലാപത്തെ കുറിച്ച് പെട്ടെന്ന് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ പഠിക്കാനുണ്ട്? കുറിച്യ കലാപം നേതാവ് ആരായിരുന്നു? നമ്മൾ പറഞ്ഞിരുന്നു രാമനമ്പി ആയിരുന്നു. 1812 കുറിച്യ കലാപം നടക്കുന്നത്. അപ്പൊ ഈ കുറിച്യ കലാപത്തിന്റെ വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് ദക്ഷിണേന്ത്യയിൽ നടന്ന ഏക ഗിരിവർഗ കലാപമാണ് കേട്ടോ കുറിച്യ കലാപം. ദക്ഷിണേന്ത്യയിൽ നടന്ന ഏക ഗിരിവർഗ കലാപം എന്ന് പറഞ്ഞ ഏതാ? അത് കുറിച്യ കലാപമാണ്. ഒരു മാസം കൂടി പിടിച്ചു നിൽക്കാൻ കലാപകാരികൾ കഴിയുമായിരുന്നെങ്കിൽ രാജ്യം അവരുടെ നിയന്ത്രണത്തിലായേനെ എന്ന് കുറിച്യ കലാപത്തെ കുറിച്ച് അഭിപ്രായപ്പെട്ട വ്യക്തി ആരാ ചോദിക്കുവാണെങ്കിൽ ആരാ? TH ബേബർ ആണ് കേട്ടോ. TH ബേബർ എന്ത് പറഞ്ഞു? ഒരു മാസം കൂടി പിടിച്ചു നിൽക്കാൻ, ഒരു മാസം കൂടി എങ്ങനെയെങ്കിലും ബ്രിട്ടീഷുകാർക്കെതിരെ യുദ്ധം ചെയ്ത് പിടിച്ചു നിൽക്കാൻ ഈ കലാപകാരികൾ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു? രാജ്യം അവരുടെ നിയന്ത്രണത്തിലായേനെ എന്ന് പറഞ്ഞത് ആരാണ്? TH ബേബർ ആണ് കേട്ടോ. ഇനി നികുതി ഏർപ്പെടുത്തിയ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ തോമസ് വാർഡൻ ആണ് നികുതി ഏർപ്പെടുത്തിയത്. കുറിച്യ കലാപം അടിച്ചമർത്തിയത് 1812 എന്നാ മെയ് 8-ാം തീയതിയാണെന്ന് ഓർക്കുക. ബ്രിട്ടീഷ് സൈന്യം രാമനമ്പിയെ വധിച്ചത് 1812 മെയ് 1-ാം തീയതിയാണ് കേട്ടോ. ഇനി കുറിച്യ കലാപത്തിന് കുറിച്യരെ കൂടാതെ പങ്കെടുത്ത ആദിവാസി വിഭാഗമായിരുന്നു ആര്? കുറുമ്പർ കേട്ടോ. കേരളത്തിൽ ഗോത്ര സ്വതന്ത്ര സമര സേനാനി മ്യൂസിയം നിലവിൽ വരുന്ന എവിടെയാ? അത് കോഴിക്കോട് ജില്ലയിലാണെന്ന് കൂടി ഒന്ന് ഓർത്തേരെ കേട്ടോ. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവന മാർത്താണ്ഡവർമ്മ മഹാരാജാവുമായി ബന്ധമില്ലാത്തത് തെരഞ്ഞെടുക്കുക. ഏതാണ് ഇതിൽ മാർത്താണ്ഡവർമ്മ മഹാരാജാവുമായി ബന്ധമില്ലാത്തത്? തിരുവിതാംകൂർ തൃപ്പടി ദാനം നടപ്പിലാക്കിയത് മാർത്താണ്ഡവർമ്മയാണോ?
അതെ, കുളച്ചു യുദ്ധത്തിൽ ഡച്ചുകാരെ തോൽപ്പിച്ചത് മാർത്താണ്ഡവർമ്മയാണ്. രാജ്യത്തെ കോവിലകത്തും വാതക്കൽ എന്നീ പേരിൽ അനേകം റവന്യൂ യൂണിറ്റുകൾ തരംതിരിച്ചു. തെറ്റാണ്. തിരുവിതാംകൂർ എന്താണ് സമ്പദ് വ്യവസ്ഥ സുസ്ഥിരമാക്കുന്ന നടപടി സ്വീകരിച്ചു. ശരിയാണ്. അപ്പൊ മൂന്നാമത്തെ പ്രസ്താവന മാത്രമാണ് തെറ്റായിട്ട് വരുന്നത്. അപ്പൊ ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക. ഇവിടെ മാർത്താണ്ഡവർമ്മയെ കുറിച്ചിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോ അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ എന്നാണ് അദ്ദേഹത്തിന്റെ മുഴുവൻ പേര്. ആധുനിക തിരുവിതാംകൂറിന്റെ ശില്പി. എന്താണ്? ആധുനിക തിരുവിതാംകൂറിന്റെ ശില്പി എന്നറിയപ്പെടുന്നു. ആധുനിക അശോകൻ എന്നും അറിയപ്പെടുന്നു. ഒരു പാശ്ചാത്യ ശക്തിയെ യുദ്ധത്തിൽ തോൽപ്പിച്ച ആദ്യ ഇന്ത്യൻ രാജാവ്. ഒരു പാശ്ചാത്യ ശക്തിയെ, അതായത് ബ്രിട്ടീഷുകാരെ യുദ്ധത്തിൽ തോൽപ്പിച്ചിട്ടുള്ള ബ്രിട്ടീഷുകാരെ അല്ല, ഡച്ചുകാരെ യുദ്ധത്തിൽ തോൽപ്പിച്ചിട്ടുള്ള ഭരണാധികാരി കൂടിയാണ് ആര്? നമ്മുടെ അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ. പതിവ് കണക്ക്, അത് ബഡ്ജറ്റ് കൊണ്ടുവന്നത് അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ്. മുറജപം, അതുപോലെ തന്നെ ഭദ്രദീപം, ഹിരണ്യകഫം തുടങ്ങിയവ കൊണ്ടുവന്നതും ആര് തന്നെയാണ്? അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ തന്നെയാണെന്ന് ഓർക്കുക കേട്ടോ. ഇനി 1736 മാർത്താണ്ഡവർമ്മ തടവിൽ കിടന്ന് മരിച്ച കൊട്ടാരക്കര രാജാവ് ചോദിക്കുകയാണ് വീരകേരളവർമ്മയാണ്. ആരാണ്? വീരകേരളവർമ്മയാണ് കേട്ടോ. അപ്പൊ മതിലകം രേഖകൾ ഏത് ക്ഷേത്രം ബന്ധപ്പെട്ട്? ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രവുമായി ബന്ധപ്പെട്ടതാണ് ഏത്? മതിലകം രേഖകൾ കേട്ടോ. അത് ഇതിന്റെ കൂടെ നിങ്ങൾ കണക്ട് ചെയ്ത് ഓർത്തിരിക്കുക. മാർത്താണ്ഡവർമ്മയുടെ കാലത്ത് ഭൂമി തരംതിരിച്ചിരുന്ന ഏത് പേരിലായിരുന്നു? ബ്രഹ്മസ്വം, ദേവസ്വം, ദാനം, പണ്ടാരവക എന്നീ പേരുകളിലാണ് കേട്ടോ. എന്താണ്? ബ്രഹ്മസ്വം, ദേവസ്വം, ദാനം, പണ്ടാരവക എന്നീ പേരുകളിലാണ് മാർത്താണ്ഡവർമ്മയുടെ കാലത്ത് ഭൂമി തരംതിരിച്ച് നൽകിയിരുന്നത്. ശക്തൻ തമ്പുരാന്റെ ഭരണവും ബന്ധപ്പെട്ട പരാമർശങ്ങളിലൂടെ കൊടുത്തിരിക്കുന്നുണ്ട്. അപ്പൊ ഏതൊക്കെയാണ് കറക്റ്റ് ആയിട്ട് വരിക? ഒന്ന് കോവിലകത്തും വാതുക്കൽ, മറ്റൊന്ന് തൃശൂർ പൂരം ആരംഭിച്ചു. ശരിയാണ്. മറ്റൊന്ന് കുളച്ചിൽ യുദ്ധം നടന്നു. ശരിയാണോ? തെറ്റാണല്ലേ. മാർത്താണ്ഡവർമ്മയെ ബന്ധപ്പെട്ടാണ് കുളച്ചിൽ യുദ്ധം. കൂടൽ മാണിക്യ ക്ഷേത്രം പുതുക്കി പണിതു. ശരിയാണ്. അപ്പൊ 1, 2, 4 റൈറ്റ് ആൻസർ ആയിട്ട് വരിക. അപ്പൊ ശക്തൻ തമ്പുരാനെ കുറിച്ചിട്ടാണ് ഈ ഒരു ചോദ്യത്തില് പറയുന്നത്. അപ്പൊ ശക്തൻ തമ്പുരാനെ കുറിച്ച് നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ്? കൊച്ചി ഭരിച്ചിരുന്ന പ്രശസ്തനായിട്ടുള്ള രാജാവാണ് ആര്? ശക്തൻ തമ്പുരാൻ. കൊച്ചിയിലെ മാർത്താണ്ഡവർമ്മ എന്നറിയപ്പെടുന്നു. കൊച്ചിയിലെ മാർത്താണ്ഡവർമ്മ എന്നറിയപ്പെടുന്ന ആരാ? ശക്തൻ തമ്പുരാനാണ് കൊച്ചിയിലെ മാർത്താണ്ഡവർമ്മ എന്നൊക്കെ അറിയപ്പെടുന്നത്. അപ്പൊ രാജരാമവർമ്മ എന്നാണ് നമ്മുടെ രാജരാമവർമ്മ 9 എന്നാണ് ആരറിയപ്പെടുന്നത്? ശക്തൻ തമ്പുരാന്റെ യഥാർത്ഥ നാമം കേട്ടോ. കൊച്ചിയിലെ പല റവന്യൂ ഘടകങ്ങളിലായി രാജ്യം വിഭജിക്കുകയും അത് കോവിലത്ത് വാതുക്കൽ എന്നറിയപ്പെടുകയും ചെയ്തു. റോഡുകൾ, പാലകങ്ങൾ, തടാകങ്ങൾ ഒക്കെ ഒരുപാട് പണി കഴിപ്പിച്ച വ്യക്തിയാണ്. മാർത്താണ്ഡവർമ്മ സ്വീകരിച്ച അതേ നയങ്ങളും പ്രഭുക്കന്മാർക്കെതിരെ ശക്തമായിട്ടുള്ള നയങ്ങളൊക്കെ ആര് സ്വീകരിച്ചിരുന്നു? നമ്മുടെ ശക്തൻ തമ്പുരാൻ സ്വീകരിക്കുകയുണ്ടായി. അതുകൊണ്ടാണ് അദ്ദേഹത്തെ എന്തെന്ന പേരിൽ അറിയപ്പെട്ടത്? കൊച്ചിയിലെ മാർത്താണ്ഡവർമ്മ എന്ന പേരിൽ അറിയപ്പെട്ടത്. നാട്ടുകൂട്ടം ഇളക്കം എന്ന ജനകീയ പ്രക്ഷോഭം നേതൃത്വം നൽകിയ ആയിരുന്നു ആര്? വേലുത്തമ്പി കേട്ടോ. നാട്ടുകൂട്ടം ഇളക്കം എന്ന് പറയുന്ന ജനകീയ പ്രക്ഷോഭം നേതൃത്വം നൽകിയ നേതാവ് ആരാ? അത് നമ്മുടെ വേലുത്തമ്പി ദളവയാണ് കേട്ടോ. വേലുത്തമ്പി ദളവയുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. വേലുത്തമ്പി ദളവ ചേരാത്ത പ്രസ്താവന ഏത്? തിരുവിതാംകൂറിൽ ദളവയായിരുന്നു. ശരിയാണോ? ശരിയാണ്. മാത്യു തരകനെ സംരക്ഷിച്ചു. ശരിയാണോ? തെറ്റാണല്ലേ. മാത്യു തരകന് നികുതി അടയ്ക്കാൻ ആവശ്യപ്പെട്ടത് ആരാ? വേലുത്തമ്പി ദളവയാണ്. മെക്കളയുമായി ശത്രുതയിലായിരുന്നു. ശരിയാണ്. സൈഫുദ്ദീൻ കിച്ചിലു. അപ്പോ ഇന്നത്തെ തെറ്റായിട്ട് വരുന്നത് എന്താ? 2 മാത്രമാണ് തെറ്റായിട്ട് വരിക. അപ്പോ വേലുത്തമ്പി ദളവയെ കുറിച്ച് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ നോക്കണം? വേലുത്തമ്പി ദളവ എന്ന് പറഞ്ഞാൽ അവിട്ടം തിരുനാളിന്റെ വളരെ പ്രശസ്തനായിട്ടുള്ള ദിവാനായിരുന്നു വേലുത്തമ്പി ദളവ. അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേരെന്താ? വേലായുധ ചെമ്പകരാമൻ പിള്ള അല്ലെ. വേലായുധ ചെമ്പകരാമൻ പിള്ള എന്നായിരുന്നു യഥാർത്ഥ നാമം. വേലുത്തമ്പി ദളവ തിരുവിതാംകൂർ ദിവാനായത് ഏത് വർഷമാണ്? 1802 വേലുത്തമ്പി ദളവ തിരുവിതാംകൂറിന്റെ ദിവാനായിട്ട് മാറുന്നത് കേട്ടോ. കൊല്ലത്ത് ഹജൂർ കച്ചേരി സ്ഥാപിച്ചത് ആരാ? മാർത്താണ്ഡവർമ്മയായിരുന്നു. തിരുവിതാംകൂർ നായർ ബ്രിഗേഡിന്റെ അലവൻസ് കുറയ്ക്കാൻ തീരുമാനിച്ച വേലുത്തമ്പി ദളവയുടെ നീക്കത്തിന് നടന്ന ലഹള ഏതാ? തിരുവിതാംകൂർ പട്ടാള ലഹളയായിരുന്നു. തിരുവിതാംകൂറിലെ നായർ ബ്രിഗേഡിന്റെ അലവൻസ് കുറയ്ക്കാൻ തീരുമാനിച്ച വേലുത്തമ്പി ദളവയുടെ നീക്കത്തിന് നടന്ന ലഹള ഏതായിരുന്നു? തിരുവിതാംകൂർ പട്ടാള ലഹള. തിരുവിതാംകൂർ പട്ടാള ലഹള നടന്ന 1804 കേട്ടോ. ബ്രിട്ടീഷ് വിരുദ്ധ പോരാട്ടങ്ങൾക്ക് വേലുത്തമ്പിയെ സഹായിച്ചത് ആരാ? പാലിയത്തച്ഛനാണ്. ബ്രിട്ടീഷ് വിരുദ്ധ പോരാട്ടങ്ങൾക്ക് നമ്മുടെ വേലുത്തമ്പി സഹായിച്ചത് ആരായിരുന്നു? പാലിയത്തച്ഛനായിരുന്നു. അപ്പൊ കുണ്ട്ര വിളംബരം നടത്തിയ വർഷം 1809 അപ്പൊ വേലുത്തമ്പി ദളവയും ബന്ധപ്പെട്ട വലിയൊരു വിപ്ലവമാണ് ഏത്? കുണ്ട്ര വിളംബരം അല്ലെ. കുണ്ട്ര വിളംബരം നടത്തിയത് എന്നാ? 1809 കുണ്ട്ര വിളംബരം നടക്കുന്നത്. അപ്പൊ കുണ്ട്ര വിളംബരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? 1809 ജനുവരി 11 കുണ്ട്ര വിളംബരം നടക്കുന്നത്. എവിടെ വെച്ച്? കുണ്ട്രയിലെ ഇളമ്പല്ലൂർ ക്ഷേത്രം. എവിടെയാ? കുണ്ട്രയിലെ ഇളമ്പല്ലൂർ ക്ഷേത്രത്തിലാണിത് നടക്കുന്നത്. കുണ്ട്ര വിളംബര കാലത്ത് നമ്മുടെ തിരുവിതാംകൂർ ബ്രിട്ടീഷ് റെസിഡന്റ് ചോദിക്കുവാണെങ്കിൽ കേണൽ മെക്കളയാണ് കേട്ടോ. കേണൽ മെക്കളയാണ് കുണ്ട്ര വിളംബരം നടന്ന കാലത്ത് തിരുവിതാംകൂർ ബ്രിട്ടീഷ് റെസിഡന്റ്. കുണ്ട്ര വിളംബരാനന്തരം നടന്ന യുദ്ധം ഏതാ?
കൊല്ലം യുദ്ധമാണ് കുണ്ട്ര വിളംബരാനന്തരം നടന്ന യുദ്ധം എന്ന് പറയുന്നത്. കുണ്ട്ര വിളംബരത്തിലൂടെ വേലുത്തമ്പി ദളവ എന്താ ആഹ്വാനം ചെയ്തേ? ജനങ്ങളോട് ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടാനായിട്ട്, സമരം ചെയ്യാനായിട്ട് ആഹ്വാനം ചെയ്തതാണ് ഏതിലൂടെ? കുണ്ടറ വിളംബരത്തിലൂടെ. അപ്പോ താഴെ പറഞ്ഞ ഇന്ത്യൻ സ്വതന്ത്ര സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ ഉണ്ടായ മുന്നേറ്റങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാ? നമ്മുടെ വേലുത്തമ്പി കലാപമാണ്. ബാക്കിയെല്ലാം എന്താ? സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് ഉൾപ്പെടുന്നതാണ്. വേലുത്തമ്പി ദളവയെ പരാജയപ്പെടുത്തിയ ബ്രിട്ടീഷ് സൈന്യാധിപനാണ് ആര്? കേണൽ ലീഗർ. ആരാണ്? കേണൽ ലീഗർ. ഒപ്പം തന്നെ പഠിച്ചു വെക്കേട്ടോ, വേലുത്തമ്പി ദളവയെ പരാജയപ്പെടുത്തിയ ബ്രിട്ടീഷ് സൈന്യാധിപൻ ആരാണ്? കേണൽ ലീഗർ ആണെന്ന് കൂടി ഓർത്തിരിക്കുക. കുളച്ചു യുദ്ധത്തിന് ഡച്ചുകാരെ പരാജയപ്പെടുത്തിയ തിരുവിതാംകൂർ ഭരണാധികാരി ആരായിരുന്നു? മാർത്താണ്ഡവർമ്മയായിരുന്നു. കുളച്ചു യുദ്ധത്തിൽ എന്താണ് ഡച്ചുകാരെ പരാജയപ്പെടുത്തിയിട്ടുള്ള തിരുവിതാംകൂർ ഭരണാധികാരി ആരായിരുന്നു? മാർത്താണ്ഡവർമ്മയായിരുന്നു. എന്തായിരുന്നു ഈ കുളച്ചിൽ യുദ്ധം എന്ന് പറയുന്നത്? എന്നത് നടന്ന കുളച്ചിൽ യുദ്ധം? നോക്കിക്കേ, 1741 1741 ഓഗസ്റ്റ് 10-ാം തീയതിയാണ് കുളച്ചിൽ യുദ്ധം നടക്കുന്നത്. ഡച്ചുകാരുടെ ആയുധബലത്തിനേറ്റ ആദ്യത്തെ ശക്തിയമേറിയ ഒരു എതിർപ്പായിരുന്നു, അല്ലെങ്കിൽ ചെറുത്തുനിൽപ്പായിരുന്നു എന്ത്? നമ്മുടെ ഈ ഒരു കുളച്ചിൽ യുദ്ധം എന്ന് പറയുന്നത്. കുളച്ചിൽ യുദ്ധം മാർത്താണ്ഡവർമ്മയെ സഹായിച്ച ബ്രിട്ടീഷുകാരായിരുന്നു അല്ലെ. കുളച്ചിൽ യുദ്ധത്തില് മാർത്താണ്ഡവർമ്മയെ സഹായിച്ചത് ആരാ? ബ്രിട്ടീഷുകാര്. അപ്പൊ നമ്മൾ നോക്കുമ്പോ എന്താ, ബ്രിട്ടീഷുകാർ വളരെ ഹാപ്പി ആയിട്ട് ഡച്ചുകാർ എങ്ങനെയും പോട്ടെ എന്ന് ഓർത്തിട്ട് നമ്മൾ പെട്ടെന്ന് കേൾക്കുമ്പോൾ എന്താ, ബ്രിട്ടീഷുകാർ എന്ത് നല്ല ആൾക്കാരാ, മാർത്താണ്ഡവർമ്മയെ സഹായിച്ചില്ലേ പോർച്ചുഗീസുകാരോട് എന്ന് പറഞ്ഞു. ശരിക്കും എന്തിനാ അവർ സഹായിച്ചത്? പോർച്ചുഗീസുകാർ ഇവിടുന്ന് എങ്ങനെയും ഓടിച്ച് ഇവിടുത്തെ വ്യാപാര കുത്തക സ്വന്തമാക്കേണ്ടത് ആരുടെ ഒരു ഇഷ്ടമായിരുന്നു? ബ്രിട്ടീഷുകാരുടെ ഒരു താല്പര്യമായിരുന്നു. അതുകൊണ്ടാണ് മാർത്താണ്ഡവർമ്മയെ സഹായിച്ച് പോർച്ചുഗീസുകാരെ ഇവിടുന്ന് ഓടിക്കാനായിട്ട് അവർ പരിശ്രമിച്ചത്. പെട്ടെന്ന് നോക്കുമ്പോൾ നമ്മൾ വിചാരിക്കുമ്പോൾ ബ്രിട്ടീഷുകാർ എന്ത് പാവമാണ്, അവർ ഇവിടെ എല്ലാം സംരക്ഷിക്കാൻ വേണ്ടിയിട്ടായിരിക്കും നമ്മുടെ പോർച്ചുഗീസുകാർ ഇവിടുന്ന് ഓടിക്കാൻ മാർത്താണ്ഡവർമ്മയെ ഹെൽപ്പ് ചെയ്തത്. പക്ഷെ ഒരിക്കലും അല്ല. പോർച്ചുഗീസുകാർ ഇവിടുന്ന് ഓടിച്ചു കഴിഞ്ഞിട്ട് ആർക്കൂടെ കടന്നു കയറണം? നമ്മുടെ ബ്രിട്ടീഷുകാർക്ക് ഇവിടെ കടന്നു കയറണം. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് അവർ എന്ത് ചെയ്തത്? മാർത്താണ്ഡവർമ്മയെ പോർച്ചുഗീസുകാരെ ഓടിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്തത്. മാർത്താണ്ഡവർമ്മയ്ക്ക് മുന്നിൽ കീഴടങ്ങിയ ഡച്ച് സൈന്യാധിപൻ ആരായിരുന്നു? ഡിലനോയി ആയിരുന്നു. ആരായിരുന്നു? ഡിലനോയി ആയിരുന്നു. അതുപോലെ തന്നെ വലിയ കപ്പിത്താൻ എന്നാണ് ആരറിയപ്പെടുന്നത്? ഡിലനോയി അറിയപ്പെടുന്നത്. തിരുവിതാംകൂറിൽ അടിമ സമ്പ്രദായം നിർത്തലാക്കിയ ഭരണാധികാരി. തിരുവിതാംകൂറിൽ അടിമ സമ്പ്രദായം നിർത്തലാക്കിയത് ആരായിരുന്നു? റാണി ഗൗരി ലക്ഷ്മി ഭായ് ആയിരുന്നു അടിമ സമ്പ്രദായം നിർത്തലാക്കിയത്. അപ്പൊ അടിമ സമ്പ്രദായം നിർത്തലാക്കിയത് ആരായിരുന്നു? റാണി ഗൗരി ലക്ഷ്മി ഭായ് ആയിരുന്നു തിരുവിതാംകൂറില് അടിമ സമ്പ്രദായം നിർത്തലാക്കിയത്. തിരുവിതാംകൂറിലെ സിംഹാസനത്തിലെ ആദ്യ വനിതാ ഭരണാധികാരിയാണ് ആര്? റാണി ഗൗരി ലക്ഷ്മി ഭായ്. ആയില്യം തിരുനാൾ റാണി ഗൗരി ലക്ഷ്മി ഭായ് എന്നാണ് മുഴുവൻ പേര് കേട്ടോ. അപ്പൊ തിരുവിതാംകൂറിലെ സിംഹാസനത്തിലെ ആദ്യത്തെ വനിതാ ഭരണാധികാരിയാണ് ആര്? റാണി ഗൗരി ലക്ഷ്മി ഭായ് എന്ന് പറയുന്നത്. തിരുവിതാംകൂറിലെ ആദ്യത്തെ റീജന്റുമായിരുന്നു ഈ റാണി ഗൗരി ലക്ഷ്മി ഭായ്. ഏറ്റവും കൂടുതൽ കാലം തിരുവിതാംകൂർ ഭരിച്ച ഭരണാധികാരി ആരായിരുന്നു അറിയോ? കാർത്തിക തിരുനാൾ രാമവർമ്മയാണ് ഏറ്റവും കൂടുതൽ കാലം തിരുവിതാംകൂർ ഭരിച്ചത്. ഏകദേശം 40 വർഷത്തോളം കാർത്തിക തിരുനാൾ രാമവർമ്മ എന്ത് ചെയ്തിരുന്നു? തിരുവിതാംകൂർ ഭരിച്ചിരുന്നു. ഏറ്റവും കുറച്ചു കാലം തിരുവിതാംകൂർ ഭരിച്ച ഭരണാധികാരി റാണി ഗൗരി ലക്ഷ്മി ഭായ് ആണ്. അതുപോലെ തിരുവിതാംകൂർ സിംഹാസനത്തിലെ ആദ്യ വനിതാ ഭരണാധികാരി കൂടിയാണ് കേട്ടോ ആര്? നമ്മുടെ റാണി ഗൗരി ലക്ഷ്മി ഭായ് എന്ന് കൂടി ഓർക്കുക കേട്ടോ. അപ്പൊ തിരുവിതാംകൂറിൽ അടിമക്കച്ചവടം നിർത്തലാക്കിയത് ആരായിരുന്നു? നമ്മുടെ റാണി ഗൗരിബായി ആയിരുന്നു. അതുപോലെ തിരുവിതാംകൂർ ജില്ലാ കോടതി, അപ്പീൽ കോടതി എന്നിവ സ്ഥാപിക്കുകയും സെക്രട്ടറി സമ്പ്രദായത്തിനും പട്ടയ സമ്പ്രദായത്തിനും നടപ്പിലാക്കിയതും കേരളത്തില് ഈ തിരുവിതാംകൂറിൽ വാക്സിനേഷനും അലോപ്പതി ചികിത്സയും ഒക്കെ കൊണ്ടുവന്ന ആരാ? ആയില്യം തിരുനാൾ റാണി ഗൗരി ലക്ഷ്മി ഭായ് ആണ് കേട്ടോ. ഇനി തിരുവിതാംകൂറിൽ 1817 പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കിക്കൊണ്ട് വിളംബരം പുറപ്പെടുവിച്ചത് ആരാ? ഗൗരി പാർവതി ഭായ് ആണ് കേട്ടോ. ഗൗരി പാർവതി ഭായുടെ മുഴുവൻ പേരെന്താണെന്നറിയോ? ഉത്രട്ടാതി തിരുനാൾ റാണി ഗൗരി പാർവതി ഭായ് എന്നാണ്. എന്താണ്? ഉത്രട്ടാതി തിരുനാൾ റാണി ഗൗരി പാർവതി ഭായ് എന്നാണ് മുഴുവൻ പേര്. എന്താണ് പ്രത്യേകത? തിരുവിതാംകൂറിൽ 1817 പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കിക്കൊണ്ട് വിളംബരം പുറപ്പെടുവിച്ചത് ആരാ? നമ്മുടെ ഉത്രട്ടാതി തിരുനാൾ ഗൗരി പാർവതി ഭായ് ആണെന്ന് ഓർക്കുക കേട്ടോ. ഇനി തിരുവിതാംകൂറിൽ ആദ്യം മുഴുവൻ സമയ റീജന്റ് ആയിരുന്നു ആര്? റാണി ഗൗരി പാർവതി ഭായ് കേട്ടോ. പ്രാഥമിക വിദ്യാഭ്യാസ സൗജന്യം നിർബന്ധിതമാക്കിയ തിരുവിതാംകൂർ ഭരണാധികാരിയാണ് റാണി ഗൗരി പാർവതി ഭായ്. അതുപോലെ പ്രൈമറി വിദ്യ സൗജന്യമാക്കിക്കൊണ്ട് പാർവതി ഭായ് വിളംബരം പുറപ്പെടുവിച്ച് ചോദിക്കുവാണെങ്കിൽ ഏത് വർഷ? 1817 കേട്ടോ. എന്നാണ് 1817. അതുപോലെ പാർവതി പുത്തനാർ പണി കഴിപ്പിച്ചതും നമ്മുടെ പാർവതി ഭായ് ആണ്. അതുപോലെ സ്വർണത്തിനും വെള്ളിയിലുള്ള ആഭരണം ധരിക്കാനുള്ള അടിയറപ്പണം എന്ന സമ്പ്രദായം അവസാനിപ്പിച്ചത് റാണി ഗൗരി പാർവതി ഭായ് ആണ്. കോട്ടയത്ത് പെൺപള്ളിക്കൂടം, ആലപ്പുഴയിലും കോട്ടയത്തും പെൺപള്ളിക്കൂടം സ്ഥാപിച്ചതും പാർവതി ഭായ് ആണ്. കൊല്ലത്ത് തേവള്ളി കൊട്ടാരം നിർമ്മിച്ചത് പാർവതി ഭായ് ആണ്.
1821 കോട്ടയത്ത് CMS സ്ഥാപിതമായപ്പോൾ ഭരണാധികാരി ആര് തന്നെയായിരുന്നു? റാണി ഗൗരി പാർവതിഭായ് ആയിരുന്നു എന്ന് കൂടി ഒന്ന് ഓർത്തിരിക്കുക കേട്ടോ. അപ്പോ തിരുവിതാംകൂറിൽ ആദ്യം മുഴുവൻ സമയം റീജന്റ് ആയിരുന്നു ആര്? റാണി ഗൗരി പാർവതി ഭായ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ പറഞ്ഞിരുന്നു തിരുവിതാംകൂറിൽ പ്രാഥമിക വിദ്യാഭ്യാസം സൗജന്യമാക്കിയ ഭരണാധികാരി ആരായിരുന്നു? ഗൗരി പാർവതി ഭായ് ആയിരുന്നു കേട്ടോ. ഇനി അടുത്ത ചോദ്യം, തിരുവിതാംകൂറിൽ പണ്ടാരപ്പാട്ട വിളംബരം നടപ്പിലാക്കുന്ന ഏത് ഭരണാധികാരിയുടെ കാലഘട്ടത്തിലാണ്? ഏത് ഭരണാധികാരിയുടെ കാലഘട്ടത്തിലാണ് തിരുവിതാംകൂറിൽ പണ്ടാരപ്പാട്ട വിളംബരം പുറപ്പെടുവിക്കുന്നത്? ആയില്യം തിരുനാളിന്റെ കാലഘട്ടത്തിലായിരുന്നു കേട്ടോ. തിരുവിതാംകൂർ പ്രദേശത്ത് കൃഷിക്കാരുടെ മാഗ്ന കാർട്ട എന്ന് വിശേഷിപ്പിക്കുന്ന നിർമ്മാണ വിളംബരമാണ് ഏത്? പാട്ട് വിളംബരം. എന്താണ്? പാട്ട് വിളംബരം. പണ്ടാരപ്പാട്ട് വിളംബരം പുറപ്പെടുവിച്ച തിരുവിതാംകൂർ ഭരണാധികാരി ആരായിരുന്നു? ആയില്യം തിരുനാളായിരുന്നു. തിരുവിതാംകൂറിലെ കർഷകരുടെ മാഗ്ന കാർട്ട, തിരുവിതാംകൂറിലെ കർഷകരുടെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്ന ഏതാ? പണ്ടാരപ്പാട്ട് വിളംബരം. എന്നാ ഈ പണ്ടാരപ്പാട്ട് വിളംബരം പുറപ്പെടുവിച്ചത്? ഒന്ന് പഠിച്ചേ ഇപ്പൊ തന്നെ. 1865 കേട്ടോ. എന്നാ 1865 എന്ത് ചെയ്തത്? നമ്മുടെ തിരുവിതാംകൂറില് പണ്ടാരപ്പാട്ട് വിളംബരം പുറപ്പെടുവിച്ചത്. 1865 പണ്ടാരപ്പാട്ട് വിളംബരം വഴി കുടിയൻ സർക്കാർ വക പാട്ട വസ്തുക്കളുടെ മേൽ അവകാശം സ്ഥിരപ്പെടുത്തി. അപ്പൊ ഈ ഒരു പണ്ടാരപ്പാട്ട് വിളംബരം വഴി എന്താണ്? കുടിയാന് അവരുടെ അവന് ലഭിച്ചിരുന്ന ആ ഭൂമിയുടെ മേൽ സ്ഥിരമായിട്ടുള്ള അവകാശം നൽകി. ആയില്യം തിരുനാളിൽ നിന്ന് 1866 മഹാരാജ പട്ടം നൽകിയ ബ്രിട്ടീഷ് രാജ്ഞിയാണ് ആര്? വിക്ടോറിയ രാജ്ഞി കേട്ടോ. വിക്ടോറിയ രാജ്ഞി. അപ്പോൾ കേരളത്തിലെ എന്താണ് നമ്മൾ പറഞ്ഞിരുന്നു? അപ്പൊ അങ്ങനെയാണെങ്കിൽ കേരളത്തിന്റെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്ന എന്താ? അത് ക്ഷേത്രപ്രവേശന വിളംബരാട്ടോ. മാറിപ്പോവരുത്. കേരളത്തിന്റെ മാഗ്ന കാർട്ട ക്ഷേത്രപ്രവേശന വിളംബരമാണ്. തിരുവിതാംകൂറിൽ കർഷകരുടെ മാഗ്ന കാർട്ട, തിരുവിതാംകൂറിലെ കർഷകരുടെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്ന ഏതാ? പണ്ടാരപ്പാട്ട വിളംബരമാണ്. കേരളത്തിന്റെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്ന ഏതാ? ക്ഷേത്രപ്രവേശന വിളംബരമാണെന്ന് കൂടി ഓർക്കുക. മേൽമുണ്ട് സമരം എന്ന് വിശേഷിപ്പിക്കപ്പെട്ട സാമൂഹ്യ നീതി സംരക്ഷണത്തിലും കേരളത്തിലെ ആദ്യത്തെ സമരങ്ങളിൽ ഒന്നായിരുന്നു താഴെ പറയുന്നവര് ചാനാർ ലഹള എന്ന് പറയുന്നത്. അപ്പൊ ചാനാർ ലഹള എന്ന എന്ത് പേരിൽ അറിയപ്പെടുന്നുണ്ട്? മേൽമുണ്ട് സമരം എന്ന പേരിലും അറിയപ്പെടുന്നുണ്ടെന്ന് കൂടി ഓർക്കുക കേട്ടോ. മേൽമുണ്ട് സമരം എന്നറിയപ്പെടുന്ന ഏതായിരുന്നു? ചാനാർ ലഹളയാണ് മേൽമുണ്ട് സമരം എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പോ ചാനാർ ലഹളയുടെ പ്രത്യേകത എന്തൊക്കെയാ? കേരളത്തിലെ ആദ്യത്തെ സാമൂഹ്യ പ്രക്ഷോഭമാണ് ഏത്? ചാനാർ ലഹള. ഏത് വർഷം നടക്കുന്നേ? 1859 ചാനാർ ലഹള നടക്കുന്നത്. ചാനാർ ലഹള മറ്റൊരു പേരാണ് മേൽമുണ്ട് സമരം. 1822 മേൽമുണ്ട് സമരം നേതൃത്വം നൽകിയത് ആരാ? വൈകുണ്ഠസ്വാമി. അപ്പൊ 1822 മേൽമുണ്ട് സമരം നേതൃത്വം നൽകിയത് ആരായിരുന്നു? വൈകുണ്ഠസ്വാമിയാണെന്ന് കൂടി ഓർക്കുക കേട്ടോ. ചാനാർ സ്ത്രീകൾക്ക് മാറുമറയ്ക്കാനുള്ള അനുവാദം നൽകിക്കൊണ്ട് വിളംബരം പുറപ്പെടുവിച്ചത് ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ്. അപ്പൊ ചാനാർ സ്ത്രീകൾക്ക് മാറുമറയ്ക്കാനുള്ള അനുവാദം നൽകിക്കൊണ്ട് വിളംബരം പുറപ്പെടുവിച്ചത് ആരാ? ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ്. ചാനാർ സ്ത്രീകൾക്ക് മാറുമറയ്ക്കാനുള്ള സ്വാതന്ത്ര്യം അനുവദിച്ചുകൊണ്ട് ഉത്തരവ് പുറപ്പെടുവിച്ച വർഷം ചോദിക്കുവാണെങ്കിൽ 1859 ജൂലൈ 26 കേട്ടോ. അപ്പൊ ചാനാർ സ്ത്രീകൾക്ക് മാറുമറയ്ക്കാനുള്ള സ്വാതന്ത്ര്യം അനുവദിച്ചുകൊണ്ട് ഉത്തരവ് പുറപ്പെടുവിച്ച രാഷ്ട്രം ഏതാ? 1859 ജൂലൈ 26. 2023 തമിഴ്നാട് സർക്കാർ 200ാം വാർഷികം ആഘോഷിച്ച കേരളത്തിലെ സാമൂഹ്യ പ്രക്ഷോഭമാണ് കേട്ടോ ഈ ചാനാർ ലഹള എന്ന് പറയുന്നത്. ഒന്ന് ഓർത്തിരിക്കണേ. ചാനാർ ലഹള നടന്ന വർഷം ഏതാ? 1859 ചാനാർ സ്ത്രീകൾക്ക് മാറുമറയ്ക്കാനുള്ള അവകാശം നൽകിയത് 1859 ജൂലൈ 26 തിരുവിതാംകൂറിൽ 1817 പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കിക്കൊണ്ട് വിളംബരം പുറപ്പെടുവിച്ച ആരാ? ഗൗരി പാർവതി ഭായ്. നമ്മൾ നേരത്തെ നോക്കിയിരുന്നല്ലോ ആരാണ്? ഗൗരി പാർവതി ഭായ് ആണ്. ഇനി തിരുവിതാംകൂർക്ക് എന്ന ആശയത്തോടുകൂടി ശ്രീമൂലം തിരുനാളിന് സമർപ്പിക്കപ്പെട്ട നിവേദനം ഏതാണ്? തിരുവിതാംകൂറുകാർക്ക് എന്ന നിവേദനവുമായിട്ട് നമ്മുടെ ശ്രീമൂലം തിരുനാളിന് സമർപ്പിക്കപ്പെട്ട നിവേദനം ഏതാണെന്ന്? ഏതാ? മലയാളി മെമ്മോറിയൽ ആണ്. ഏതാണ്? മലയാളി മെമ്മോറിയൽ ആണ്. മലയാളി മെമ്മോറിയൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ? ഉന്നത ജോലി തദ്ദേശീയർക്ക് നൽകുക എന്നുമായി ബന്ധപ്പെട്ടതാണ് ഏത്? മലയാളി മെമ്മോറിയൽ. എന്നാണ് ഈ മലയാളി മെമ്മോറിയൽ തയ്യാറാക്കിയ വർഷം? 1891 മലയാളി മെമ്മോറിയൽ തയ്യാറാക്കുന്നത്. അപ്പൊ തിരുവിതാംകൂർ രാഷ്ട്രീയ പ്രക്ഷോഭം ആരംഭിക്കാൻ കാരണമായിട്ടുള്ള സംഭവം ചോദിക്കുകയാണെങ്കിൽ മലയാളി മെമ്മോറിയൽ ആണ് കേട്ടോ. തിരുവിതാംകൂറില് രാഷ്ട്രീയ പ്രക്ഷോഭം ആരംഭിക്കാൻ ഇടയാക്കിയത് ഏതാണ്? മലയാളി മെമ്മോറിയൽ ആണ്. മലയാളി മെമ്മോറിയൽ നേതൃത്വം നൽകിയത് ആരാ? GP പിള്ളയാണ്. അപ്പൊ GP പിള്ളയാണ് മലയാളി മെമ്മോറിയലിന് നേതൃത്വം നൽകിയത്. മലയാളി മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ട വർഷം 1891 ജനുവരി 1 എന്നാണ്? 1891 ജനുവരി 1 എന്ത് ചെയ്തത്? മലയാളി മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ടത്. മലയാളി മെമ്മോറിയൽ ഒപ്പിട്ടവരുടെ എണ്ണം 1028 ആണ് എന്ത് ചെയ്തത്?
നമ്മുടെ മലയാളി മെമ്മോറിയൽ ഒപ്പിട്ട അവരുടെ എണ്ണം എന്ന് പറയുന്നത്. മലയാളി മെമ്മോറിയൽ ആദ്യം ഒപ്പുവെച്ചത് KP ശങ്കരമേനോനാണ്. KP ശങ്കരമേനോനാണ് ആദ്യമായിട്ട് ഒപ്പുവെച്ചത്. ആദ്യമായിട്ട് ഒപ്പുവെച്ചത് ആരാണ്? KP ശങ്കരമേനോനാണ്. മലയാളി മെമ്മോറിയൽ ലക്ഷ്യം ഉന്നത ജോലികൾ തദ്ദേശീയർക്ക് നൽകുക എന്തായിരുന്നു? തിരുവിതാംകൂറിലെ രാഷ്ട്രീയ പ്രക്ഷോഭം ആരംഭിക്കാൻ കാരണമായത് മലയാളി മെമ്മോറിയൽ ആണ്. മലയാളി മെമ്മോറിയൽ നേതൃത്വം നൽകിയത് GP പിള്ളയാണ്. മലയാളി മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ടത് 1891 ജനുവരി 1-ാം തീയതിയാണ്. എത്ര പേര് ഒപ്പുവെച്ചു? 10,028 പേരാണ് ഒപ്പുവെച്ചത്. മലയാളി മെമ്മോറിയൽ ആദ്യം ഒപ്പുവെച്ചത് ആരാ? KP ശങ്കരമേനോനാണ് കേട്ടോ. മലയാളി മെമ്മോറി ബന്ധപ്പെട്ട മുദ്രാവാക്യം ഏതാണ്? തിരുവിതാംകൂർ തിരുവിതാംകൂറുകാർക്ക് തിരുവിതാംകൂറുകാർക്ക് എന്തായിരുന്നു മലയാളി മെമ്മോറിയലുമായി ബന്ധപ്പെട്ട മുദ്രാവാക്യം. മലയാളി മെമ്മോറിയൽ മൂന്നാമതേ ഒപ്പുവെച്ചത് ഡോക്ടർ പൽപ്പു ആണ് കേട്ടോ. മലയാളി മെമ്മോറിയൽ മൂന്നാമത് ഒപ്പുവെച്ചത് ആരാണ്? ഡോക്ടർ പൽപ്പു ആണ്. മലയാളി മെമ്മോറിയൽ പിന്നെ പ്രവർത്തിച്ച സാഹിത്യകാരനാരാ? CV രാമൻപിള്ളയാണ് കേട്ടോ. CV രാമൻപിള്ളയാണ് മലയാളി മെമ്മോറിയലിന്റെ പിന്നിൽ പ്രവർത്തിച്ച സാഹിത്യകാരൻ എന്ന് പറയുന്നത്. തിരുവിതാംകൂറുകാർക്ക് ലഘുലേഖ തയ്യാറാക്കിയത് ആരാ? ബാരിസ്റ്റർ GP പിള്ളയാണ്. തിരുവിതാംകൂറുകാർക്ക് ലഘുലേഖ തയ്യാറാക്കിയത് ആരായിരുന്നു? ബാരിസ്റ്റർ GP പിള്ളയാണ്. സർക്കാർ ജോലികൾ തിരുവിതാംകൂറുകാർക്ക് മതിയായ പ്രാതിനിധ്യം ആവശ്യപ്പെട്ടുകൊണ്ട് നടന്ന സംഭവമാണ് ഏത്? മലയാളി മെമ്മോറിയൽ. അപ്പൊ സർക്കാർ ജോലികളിൽ തിരുവിതാംകൂറുകാർക്ക് മതിയായിട്ട് പ്രാതിനിധ്യം ആവശ്യപ്പെട്ടുകൊണ്ട് നടന്ന സംഭവമാണ് ഏത്? മലയാളി മെമ്മോറിയൽ എന്ന് പറയുന്നത്. 1896 ഈഴ മെമ്മോറിയൽ നേതൃത്വം നൽകിയത് ആരാ? ഡോക്ടർ പൽപ്പു ആണ്. 1896 ഈഴ മെമ്മോറിയൽ നേതൃത്വം നൽകിയത് ആരായിരുന്നു? ഡോക്ടർ പൽപ്പു ആയിരുന്നു എന്നുകൂടി ഓർക്കുക കേട്ടോ. അപ്പൊ ഈഴ മെമ്മോറിയൽ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഈഴവ സമുദായത്തിലെ അവകാശങ്ങൾ നേടിയെടുക്കുന്നതിനായി 13,176 പേര്. എത്രയാ? 13,176 പേര് ഒപ്പിട്ട ഹർജി തിരുവിതാംകൂർ രാജാവായ ശ്രീമൂലം തിരുനാളിന് സമർപ്പിക്കുകയുണ്ടായി. ഇതാണ് ഈ ഒരു മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ട വർഷം എന്നാ? 1896 സെപ്റ്റംബർ 3-ാം തീയതിയാണ് എന്ത് ചെയ്തത്? ഈഴ മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ടത്. ഈഴവ നേതൃത്വം നൽകിയത് ആരാ? ഡോക്ടർ പൽപ്പു ആണ് ഈഴവ മെമ്മോറിയലിന് നേതൃത്വം നൽകിയത്. ഈഴവ മെമ്മോറിയൽ സമർപ്പിക്കുന്ന സമയത്ത് തിരുവിതാംകൂർ ദിവാൻ ആരായിരുന്നു? അത് ശങ്കര സുബയ്യ ആയിരുന്നു കേട്ടോ. ആരായിരുന്നു? ശങ്കര സുബയ്യ ആയിരുന്നു. രണ്ടാം ഈഴവ മെമ്മോറിയൽ 1900 കാലഘട്ടങ്ങളിലാണ് സമർപ്പിക്കപ്പെട്ടത്. കഴ്സൺ പ്രഭുവിനാണ് രണ്ടാം ഈഴവ മെമ്മോറിയൽ സമർപ്പിച്ചത്. അപ്പൊ ആദ്യത്തേത് ആർക്ക് സമർപ്പിച്ചു? ശ്രീമൂലം തിരുനാളിനാണ് ആദ്യത്തെ സമർപ്പിച്ചത്. എത്ര? 1896. 1900 രണ്ടാം ഈഴവ മെമ്മോറിയൽ സമർപ്പിക്കപ്പെടുന്നത്. സമർപ്പിച്ചത് ആർക്കാ? കഴ്സൺ പ്രഭുവിനാണ് രണ്ടാം ഈഴവ മെമ്മോറിയലും സമർപ്പിച്ചതെന്ന് കൂടി ഓർക്കുക കേട്ടോ. ഈ കേരളത്തിലെ ആദ്യത്തെ കർഷക തൊഴിലാളി സമരത്തിന് വേദിയായ സ്ഥലം ഏതാണ്? വെങ്ങാനൂരാണ് കേട്ടോ. കേരളത്തിലെ ആദ്യത്തെ കർഷക തൊഴിലാളി സമരത്തിന് വേദിയായിട്ടുള്ള സ്ഥലം ഏതായിരുന്നു? വെങ്ങാനൂരായിരുന്നു. സാമൂഹ്യ സാമ്പത്തിക കാരണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കേരളത്തിലെ ആദ്യത്തെ കർഷക സമരം സംഘടിപ്പിക്കുന്ന നേതൃത്വം നൽകിയത് ആരാണ്? അയ്യങ്കാളിയാണ്. അപ്പൊ അയ്യങ്കാളിയാണ് സാമൂഹിക സാമ്പത്തിക കാരണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കേരളത്തിലെ ആദ്യത്തെ കർഷക സമരം സംഘടിപ്പിക്കുന്നതിന് നേതൃത്വം നൽകിയത് ആരായിരുന്നു? അയ്യങ്കാളി ആയിരുന്നു കേട്ടോ. അപ്പൊ അയ്യങ്കാളി എന്ന് പറയുന്നത് എന്താ? അയ്യങ്കാളി നേതൃത്വത്തിൽ തിരുവിതാംകൂർ ആദ്യത്തെ സംഘടിത കർഷക സമരം ആരംഭിച്ചത് 1909 അപ്പൊ 1909 അയ്യങ്കാളിയുടെ നേതൃത്വത്തിൽ എന്ത് ചെയ്തത്? നമ്മുടെ തിരുവിതാംകൂറിൽ ആദ്യത്തെ സംഘടിത കർഷക സമരം നടക്കുന്നത്. അദ്ദേഹം പറഞ്ഞൊരു വാക്കുകളുണ്ട് വളരെ പ്രശസ്തമായിട്ടുള്ളത്. ഞങ്ങളുടെ കുട്ടികൾക്ക് പഠിക്കാൻ സൗകര്യം നൽകിയില്ലെങ്കിൽ ഈ കാണായ പാടങ്ങളിലെല്ലാം മുട്ടിപ്പുല്ല് കുരിപ്പിക്കുമെന്ന്. പണ്ട് കാലങ്ങളിൽ എങ്ങനെയായിരുന്നു? സാമ്പത്തികവും അതുപോലെ ജാതീയവുമായിട്ടുള്ള അവസ്ഥ വെച്ചിട്ടായിരുന്നു കുട്ടികളുടെ വിദ്യാഭ്യാസം. ഉന്നത കുലത്തിൽപ്പെട്ടവർക്ക് മാത്രമേ വിദ്യാഭ്യാസ അവകാശം ഉണ്ടായിരുന്നുള്ളൂ. താഴ്ന്ന ജാതിയിൽപ്പെട്ടവരെ ഒന്നും വിദ്യാഭ്യാസം നൽകിയിരുന്നില്ല. അപ്പോ അതിനുവേണ്ടി അശ്രയണം പ്രേരിപ്പിച്ച വ്യക്തിയാണ് ആര്? അയ്യങ്കാളി എന്ന് പറയുന്നത്. ആദ്യത്തെ കുട്ടികൾക്ക് ഉയർന്ന സമുദായത്തിലെ കുട്ടികൾക്ക് ഇരുത്തി പഠിപ്പിക്കുന്നതിനാവില്ല നദികളുടെ നിലപാടിനെതിരെ അദ്ദേഹം ശക്തമായി പ്രതികരിക്കുകയും അദ്ദേഹം പറഞ്ഞൊരു വാക്കുകൾ വളരെ പ്രശസ്തമാണല്ലേ. ഞങ്ങളുടെ കുട്ടികൾക്ക് പഠിക്കാൻ സൗകര്യം നൽകിയില്ലെങ്കിൽ ഈ പാടത്തെല്ലാം പണിയെടുക്കുന്നത് ഞങ്ങൾ എന്ത് ചെയ്യും? പാടത്ത് മുട്ടിപ്പുല്ല് കുരിപ്പിക്കും, കൃഷി ചെയ്യില്ല, ഇവിടെ ഞങ്ങള് കളകളായിരിക്കും കൃഷി ചെയ്യുന്നത് പറഞ്ഞത് ആരാ? നമ്മുടെ അയ്യങ്കാളിയാണ് കേട്ടോ. അപ്പൊ തിരുവിതാംകൂറിൽ ആദ്യകാല കർഷക സമരങ്ങളിൽ അയ്യങ്കാളി നയിച്ച കർഷക സമരമായിരുന്നു ഇന്ത്യയിലെ ആദ്യത്തെ തൊഴിലാളി നേതാവ്. ഇന്ത്യയിലെ ആദ്യത്തെ തൊഴിലാളി നേതാവ് എന്നുകൊണ്ട് അദ്ദേഹത്തെ വിശേഷിപ്പിക്കപ്പെടുന്നുണ്ട് കേട്ടോ. കേരളത്തിലെ ആദ്യത്തെ കർഷക സമരത്തിന് വേദിയായ സ്ഥലം ഏതാ? വെങ്ങാനൂരാണ്. വെങ്ങാനൂർ. സാമൂഹിക സാമ്പത്തിക കാരണം ഉന്നയിച്ചുകൊണ്ട് കേരളത്തിലെ ആദ്യത്തെ കർഷക സമരം സംഘടിപ്പിക്കുന്ന നേതൃത്വം നൽകിയത് അയ്യങ്കാളിയായിരുന്നു. കേരളത്തെ ആദ്യ സംഘടിത കർഷക തൊഴിലാളി സമരം ആരുടെ നേതൃത്വത്തിലായിരുന്നു? അയ്യങ്കാളിയുടെ നേതൃത്വത്തിലായിരുന്നു. ഞങ്ങളുടെ കുട്ടികൾക്ക് പഠിക്കാൻ സൗകര്യം നൽകിയില്ലെങ്കിൽ കാണായ പാടങ്ങളിലെല്ലാം മുട്ടിപ്പുല്ല് കുരിപ്പിക്കും എന്ന് പറഞ്ഞത് ആരാ? അയ്യങ്കാളിയാണ് കേട്ടോ.
ഇനി കല്ലുമാല സമരം നയിച്ചത് ആരാ? അയ്യങ്കാളിയാണ് കല്ലുമാല സമരം നയിച്ചത്. പണ്ട് കാലത്ത് സ്ത്രീജനങ്ങൾക്ക് എങ്ങനെയായിരുന്നു? വലിയ ആഭരണങ്ങൾ, കല്ലുകൊണ്ടുള്ള ആഭരണങ്ങളൊക്കെ ധരിക്കണമായിരുന്നു. അപ്പൊ സ്ത്രീജനങ്ങൾ, താഴ്ന്ന ജാതിയിൽപ്പെട്ട സ്ത്രീജനങ്ങൾക്ക് കല്ലുകൊണ്ടുള്ള ആഭരണങ്ങളൊക്കെ ധരിക്കുന്നതിൽ അവർക്ക് വളരെയധികം ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിയിരുന്നു. അപ്പൊ ഇതിനു വേണ്ടി അദ്ദേഹം നയിച്ചിട്ടുള്ള സമരമാണ് ഏത്? കല്ലുമാല സമരം എന്ന് പറയുന്നത് കേട്ടോ. അടുത്തത്, കല്ലുമാല സമരം നടത്തിയത് ആരാ? അയ്യങ്കാളിയാണ്. കല്ലുമാല സമരം സംഘടിപ്പിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ചോദിക്കുവാണെങ്കിലും ആര് തന്നെയാണ്? അയ്യങ്കാളി തന്നെയാണ്. എന്നാണ് ഈ കല്ലുമാല സമരം സംഘടിപ്പിക്കപ്പെടുന്നത്? 1915 കല്ലുമാല സമരം നടക്കുന്നത്. പുലയ സ്ത്രീകൾക്ക് അടിമത്തത്തിന്റെ അടയാളമായിരുന്നു ഈ കല്ലുമാലയും. ഈ കൊല്ലത്തെ പെരുന്നാട് പ്രദേശത്ത് കല്ലുമാലയും ബഹിഷ്കരിക്കാൻ ആഹ്വാനം ചെയ്തുകൊണ്ട് സമ്മേളനം നടന്നത് 1915 ഒക്ടോബർ 24 തീയതിയാണ് കേട്ടോ. ഒക്ടോബർ 24 തീയതി സമ്മേളനത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? ഗോപാലദാസ് ആണ് ഈ സമ്മേളനത്തിന് നേതൃത്വം നൽകിയതെന്ന് കൂടി ഓർത്തിരിക്കുക കേട്ടോ. ഇനി വൈകുണ്ഠസ്വാമിയും ബന്ധമില്ലാത്ത പ്രസ്താവന ഏതാണ്? വില്ലുവണ്ടി സമരം നയിച്ചു എന്നല്ലേ? സമത്വ സമാജം, ക്ഷേത്രപ്രവേശന നിരോധനത്തിനെതിരെ ശബ്ദമുയർത്തി, മേൽമുണ്ട് ധരിക്കണം നിരോധനത്തിനെതിരെ ശബ്ദമുയർത്തി ഒക്കെ ബന്ധമുള്ളതാണ്. വില്ലുവണ്ടി സമരം ആരുമായി ബന്ധപ്പെട്ടതാണ്? അയ്യങ്കാളിയുമായി ബന്ധപ്പെട്ടതാണ് ഏത്? വില്ലുവണ്ടി സമരം എന്ന് പറഞ്ഞല്ലേ. വില്ലുവണ്ടി സമരം എന്താ? 1893 അയ്യങ്കാളി എന്ത് നടത്തുന്നത്? വില്ലുവണ്ടി സമരം നടത്തുന്നത്. എന്താണ്? പൊതുനിരത്തിലുകൂടി താഴ്ന്ന ജാതിയിൽപ്പെട്ടവർക്ക് സഞ്ചരിക്കാൻ അവകാശം നിഷേധിച്ചതിന്റെ സമ്പ്രദായത്തിന് ചോദ്യം ചെയ്തുകൊണ്ടാണ് അയ്യങ്കാളി വില്ലുവണ്ടി സമരം 1893 നടക്കുന്നത്. എവിടെ മുതൽ എവിടെ വരെയായിരുന്നു? വെങ്ങാനൂർ മുതൽ കവടിയാർ കൊട്ടാരം വരെയായിരുന്നു കാളവണ്ടിയിൽ ഈ ഒരു വില്ലുവണ്ടി സമരം നടത്തുന്നത്. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കിയേ, പണ്ട് കാലഘട്ടങ്ങളിൽ അവർണനും സവർണനും ഒരേ വഴിയിലൂടെ നടക്കാൻ സാധിക്കില്ല. മേൽജാതിക്കാർ നടക്കുന്ന വഴിയിലൂടെ കീഴ്ജാതിക്കാർ നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുമായിരുന്നു. ആ ഒരു സാഹചര്യത്തില് അതിനെ വെല്ലുവിളിച്ചുകൊണ്ട് എന്താണ് അയ്യങ്കാളി ഒരു വില്ലുവണ്ടിയില് വെങ്ങാനൂർ മുതൽ കവടിയാർ കൊട്ടാരം വരെ എന്ത് ചെയ്തു? ഒരു കാളവണ്ടിയിൽ സഞ്ചരിച്ച് ഇതിനെതിരെ വെല്ലുവിളിക്കുകയുണ്ടായി. എന്നാ 1893. അപ്പൊ വില്ലുവണ്ടി സമരം ആരുമായി ബന്ധപ്പെട്ടതാണ്? അയ്യങ്കാളിയുമായി ബന്ധപ്പെട്ടതാണ് വില്ലുവണ്ടി സമരം എന്ന് പറയുന്നത്. ഇനി പ്രത്യക്ഷ രക്ഷാ ദേവസഭയുടെ സ്ഥാപകൻ ആരാ? കുമാരഗുരുദേവനാണ് ആര് എന്ത് സ്ഥാപിച്ചത്? പ്രത്യക്ഷ രക്ഷാ ദൈവസഭ സ്ഥാപിച്ചത്. അപ്പൊ കുര്യാക്കോസ് ഏലിയാസ് ചാവറ. പിടിയേരി സമ്പ്രദായം ബന്ധപ്പെട്ട നവോത്ഥാന നായകനാണ് ആര്? കുര്യാക്കോസ് ഏലിയാസ് ചാവറ എന്ന് പറയുന്നത്. അതുപോലെ കേരള കത്തോലിക്ക സഭയിൽ വ്യാപക പരിഷ്കാരങ്ങൾ നേതൃത്വം നൽകിയതും കാലത്തിന് മുന്നേ നടന്ന നവോത്ഥാന നായകൻ എന്നൊക്കെ വിശേഷിപ്പിക്കപ്പെടുന്ന ആരെയാണ്? കുര്യാക്കോസ് ഏലിയാസ് ചാവറയാണ് ഇങ്ങനെ വിശേഷിപ്പിക്കപ്പെടുന്നത്. പ്രത്യക്ഷ രക്ഷാ ദൈവസഭ സ്ഥാപിച്ചത് ആരാണ്? അത് നമ്മുടെ കുമാരഗുരുദേവനാണ് പ്രത്യക്ഷ രക്ഷാ ദൈവസഭ സ്ഥാപിച്ചത് എന്നുകൂടി ഓർക്കുക. ഇനി കുമാരഗുരുദേവൻ ആരംഭിച്ച പ്രസ്ഥാനം ഏതാ? പ്രത്യക്ഷ രക്ഷാ ദൈവസഭയാണ് കുമാരഗുരുദേവൻ ആരംഭിച്ചിട്ടുള്ള പ്രസ്ഥാനം. വൈക്കം സത്യാഗ്രഹം നേതൃത്വം നൽകി കൊടുത്തവരുടെ കൂട്ടത്തിൽ ശരിയായിട്ടുള്ള ജോഡി കണ്ടെത്തുക. ആരൊക്കെയാണ് ശരിയായിട്ടുള്ള ജോഡി? ടി.കെ. മാധവനും KP കേശവ മേനോനുമാണ് വൈക്കം സത്യാഗ്രഹവും ബന്ധപ്പെട്ടുള്ള പ്രധാനപ്പെട്ട വ്യക്തികൾ. വൈക്കം സത്യാഗ്രഹത്തെ പിന്തുണച്ചുകൊണ്ട് സവർണ ജാഥ നടത്തിയത് ആരാ? മന്നത്തു പത്മനാഭനാണ് വൈക്കം സത്യാഗ്രഹത്തെ പിന്തുണച്ചുകൊണ്ട് എന്ത് നടത്തിയത്? സവർണ ജാഥ നടത്തിയത്. വൈക്കം സത്യാഗ്രഹത്തിന്റെ ഭാഗമായി തിരുവനന്തപുരത്തേക്ക് സവർണ ജാഥ നയിച്ച നേതാവും ആര് തന്നെയാണ്? മന്നത്ത് പത്മനാഭൻ തന്നെയാണ് വൈക്കം സത്യാഗ്രഹത്തിന്റെ ഭാഗമായി തിരുവനന്തപുരത്തേക്ക് സവർണ ജാഥ നയിച്ചതും. എന്തായിരുന്നു വൈക്കം സത്യാഗ്രഹം എന്ന് പറയുന്നത്? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലേ. വൈക്കം മഹാദേവ ക്ഷേത്രത്തിന്റെ സൈഡിലുള്ള വഴിയിലൂടെ പണ്ട് എല്ലാ ജാതിയിൽപ്പെട്ടവർക്കും നടക്കാനുള്ള അവകാശം ഉണ്ടായിരുന്നില്ല. മേൽജാതിക്കാർക്ക് മാത്രം നടക്കാനുള്ള അവകാശം ഉണ്ടായിരുന്നുള്ളൂ. ആ ഒരു അതിനെതിരെ പ്രക്ഷോഭമാണ് ഏത്? വൈക്കം സത്യാഗ്രഹം. അതായത് എല്ലാ ജാതിക്കാർക്കും ആ ഒരു വഴിയിലൂടെ നടക്കാൻ കഴിയണം എന്ന് പറഞ്ഞുകൊണ്ടുള്ള പ്രക്ഷോഭമായിരുന്നു ഏത്? വൈക്കം സത്യാഗ്രഹം എന്ന് പറയുന്നത്. വൈക്കം സത്യാഗ്രഹം എന്നാ നടക്കുന്നേ? 1924 മാർച്ച് 30 വൈക്കം സത്യാഗ്രഹം നടന്നിട്ടുള്ളത്. വൈക്കം സത്യാഗ്രഹം നടന്ന ക്ഷേത്രം ഏതാ? വൈക്കം മഹാദേവ ക്ഷേത്രമാണ് വൈക്കം സത്യാഗ്രഹം നടന്നിട്ടുള്ളത്. അപ്പൊ ഇന്ത്യയിലെ അയിത്തത്തിനെതിരെ നടന്ന ആദ്യത്തെ സംഘടിത കലാപം ഏതാ? വൈക്കം സത്യാഗ്രഹമാണ്. ഇന്ത്യയില് അയിത്തത്തിനെതിരെ നടന്ന ആദ്യത്തെ സംഘടിത കലാപമാണ് ഏത്? വൈക്കം സത്യാഗ്രഹം എന്ന് പറയുന്നത്. വൈക്കം സത്യാഗ്രഹത്തിന്റെ പ്രധാനപ്പെട്ട നേതാവ് ആരാ? ടി.കെ. മാധവനാണ് വൈക്കം സത്യാഗ്രഹത്തിന്റെ പ്രധാനപ്പെട്ട നേതാവ്. അയിത്തോച്ചാടനത്തിനെതിരെ പ്രമേയം പാസാക്കിയ കോൺഗ്രസ് സമ്മേളനമാണ് ഏത്? കാക്കിനട കേട്ടോ. അയിത്തോച്ചാടനത്തിനെതിരെ പ്രമേയം പാസാക്കിയിട്ടുള്ള കോൺഗ്രസ് സമ്മേളനം ഏതാ? കാക്കിനട കോൺഗ്രസ് സമ്മേളനമാണെന്ന് കൂടി ഓർക്കുക കേട്ടോ.
താഴെ പറയുന്നവയിൽ ഏത് സംഭവത്തിന്റെ നവതിയാണ് 2021 ആഘോഷിച്ചത്? താഴെ പറയുന്നവയിൽ ഏത് സംഭവത്തിന്റെ നവതിയാണ് 2021 ആഘോഷിക്കപ്പെട്ടത്? ഏതിന്റെയാണ്? ഗുരുവായൂർ ക്ഷേത്ര സത്യാഗ്രഹത്തിന്റെയാണ് 2021 നവതി ആഘോഷിക്കപ്പെട്ടതെന്ന് കൂടി ഓർക്കുക. ഇനി ഗുരുവായൂർ സത്യാഗ്രഹം നടന്നത് ആരുടെ നേതൃത്വത്തിലാണ്? ഗുരുവായൂർ സത്യാഗ്രഹം നടക്കുന്നത്? കെ കേളപ്പന്റെ നേതൃത്വത്തിലാണ് ഗുരുവായൂർ സത്യാഗ്രഹം നടക്കുന്നത്. അപ്പൊ കെ കേളപ്പന്റെ നേതൃത്വത്തിൽ ഗുരുവായൂർ സത്യാഗ്രഹം ആരംഭിച്ചത് എന്നാ? 1931 എന്നാ? 1931 നവംബർ 1 തീയതിയാണ് ഇത് നടക്കുന്നത്, ഗുരുവായൂർ സത്യാഗ്രഹം നടക്കുന്നത്. ഗുരുവായൂർ സത്യാഗ്രഹം ആരംഭിക്കാൻ തീരുമാനിച്ചത് KPCC സമ്മേളനത്തിലാണ് കേട്ടോ. ഏത് സമ്മേളനത്തിലാണ്? KPCC സമ്മേളനത്തിലാണ് ഗുരുവായൂർ സത്യാഗ്രഹം ആരംഭിക്കാനായിട്ട് തീരുമാനിക്കുന്നത്. ഗുരുവായൂർ സത്യാഗ്രഹം നേതൃത്വം നൽകിയത് ആരൊക്കെയാ? കെ കേളപ്പനും മന്നത്തു പത്മനാഭൻ. പ്രസിഡന്റ് മന്നത്തു പത്മനാഭനായിരുന്നു. സെക്രട്ടറി ആയിരുന്നു ആര്? കെ കേളപ്പൻ. ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ പ്രസിഡന്റ് ആരായിരുന്നു? മന്നത്തു പത്മനാഭനാണ്. സെക്രട്ടറി ആരായിരുന്നു? കെ കേളപ്പനാണ്. അപ്പൊ 1930 ഗുരുവായൂർ സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആരായിരുന്നു? നമ്മുടെ കെ കേളപ്പനായിരുന്നു. ഗുരുവായൂർ സത്യാഗ്രഹത്തിന് വോളണ്ടിയർ ക്യാപ്റ്റൻ ആരായിരുന്നു? AK ഗോപാലനാണ് വോളണ്ടിയർ ക്യാപ്റ്റൻ ആയിട്ട് വരുന്നത്. ഇനി ആധുനിക കാലത്തെ മഹാത്ഭുതം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ച സംഭവം എന്താണ്? അത് നമ്മുടെ ക്ഷേത്ര പ്രവേശന വിളംബരമാണ് അല്ലെ. ആധുനിക കാലത്തെ മഹാത്ഭുതം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ച സംഭവമാണ് ക്ഷേത്ര പ്രവേശന വിളംബരം. അപ്പൊ തിരുവിതാംകൂറിൽ അവർണായിട്ട് ഹൈന്ദവർക്ക് ക്ഷേത്രങ്ങളിൽ പ്രവേശിക്കുന്നതിന് പറഞ്ഞുകൊണ്ടുള്ള വിളംബരമാണ് ഏത്? ക്ഷേത്ര പ്രവേശന വിളംബരം. എന്നാ നടക്കുന്നേ? 1936 നവംബർ 12 തീയതി എന്താണ്? നമ്മുടെ ശ്രീ ചിത്തിര തിരുനാൾ മഹാരാജാവിന്റെ 25ാം ജന്മദിനത്തിലാണ് നടക്കുന്നത് ക്ഷേത്ര പ്രവേശന വിളംബരം നടക്കുന്നത്. അപ്പൊ ക്ഷേത്രപ്രവേശന വിളംബരം പഠിപ്പിക്കാൻ ശ്രീ ചിത്തിര തിരുനാളിനെ പ്രേരിപ്പിച്ച വ്യക്തി ആരാണ്? സർ CP രാമസ്വാമി അയ്യരാണ് കേട്ടോ. സർ CP രാമസ്വാമി അയ്യരാണ് ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിക്കാൻ ചിത്തിര തിരുനാളിനെ പ്രേരിപ്പിച്ച വ്യക്തി. ക്ഷേത്രപ്രവേശന വിളംബരം എഴുതി തയ്യാറാക്കിയതാരാ? ഉള്ളൂർ S പരമേശ്വര അയ്യരാണ് ക്ഷേത്രപ്രവേശന വിളംബരം എഴുതി തയ്യാറാക്കിയത്. ആധുനിക തിരുവിതാംകൂറിന്റെ മാഗ്നാകാട്ട എന്നറിയപ്പെടുന്ന ഏതാ? ക്ഷേത്രപ്രവേശന വിളംബരമാണ് ആധുനിക തിരുവിതാംകൂറിന്റെ മാഗ്നാകാട്ട എന്നറിയപ്പെടുന്നത്. കേരളത്തിന്റെ മാഗ്നാകാട്ട എന്നറിയപ്പെടുന്നതോ എന്ന് തന്നെയാണ് ക്ഷേത്രപ്രവേശന വിളംബരം തന്നെയാണ് അല്ലെ. കർഷകരുടെ മാഗ്നാകാട്ടയാണ് ഏത്? തിരുവിതാംകൂറിന്റെ കർഷകരുടെ മാഗ്നാകാട്ട എന്നറിയപ്പെടുന്ന ഏതാ? പണ്ടാരപ്പാട്ട് വിളംബരമാണെന്ന് നമ്മൾ പറഞ്ഞല്ലേ. അപ്പൊ ആധുനിക തിരുവിതാംകൂറിന്റെ മാഗ്നാകാട്ട ഏതാ? ക്ഷേത്രപ്രവേശന വിളംബരം. കേരളത്തിന്റെ മാഗ്നാകാട്ട ഏതാ? ക്ഷേത്രപ്രവേശന വിളംബരം. ആധുനിക കാലത്തെ മഹാത്ഭുതം എന്ന് ജനങ്ങളുടെ ആത്മ വിമോചനത്തിന്റെ ആധികാരികമായിട്ടുള്ള സ്മൃതി എന്നൊക്കെ വിശേഷിപ്പിച്ചത് മഹാത്മാഗാന്ധിയാണ് കേട്ടോ. ഗാന്ധി തന്റെ അവസാന കേരള സന്ദർശനത്തെ ഒരു തീർത്ഥാടനം എന്ന് വിശേഷിപ്പിക്കാൻ കാരണം എന്തുമായി ബന്ധപ്പെട്ടാണ്? ക്ഷേത്രപ്രവേശന വിളംബരവുമായി ബന്ധപ്പെട്ടാണ്. അപ്പൊ ഗാന്ധി എന്തിനാണ് ആധുനികതയിലെ മഹാത്ഭുതം എന്ന് വിശേഷിപ്പിച്ചത്? ക്ഷേത്രപ്രവേശന വിളംബരത്തെയാണ് വിശേഷിപ്പിച്ചത്. ആധുനിക കാലത്തെ ഏറ്റവും അഹിംസാത്മകവും രക്തരഹിതവുമായ വിപ്ലവം എന്ന് ക്ഷേത്രപ്രവേശന വിളംബരത്തെ വിശേഷിപ്പിച്ചത് ആരാ? സി രാജഗോപാലാചാര്യാണ്. ആരാണ്? സി രാജഗോപാലാചാര്യാണ് കേട്ടോ. ക്ഷേത്രപ്രവേശന വിളംബരത്തെ തിരുവിതാംകൂറിന്റെ സ്പിരിച്വൽ മാഗ്നാകാട്ട എന്ന് വിശേഷിപ്പിച്ചത് ആരാ? TK വേലുപ്പിള്ളയാണ്. അപ്പൊ TK വേലുപ്പിള്ളയാണ് ക്ഷേത്രപ്രവേശന വിളംബരത്തെ തിരുവിതാംകൂറിന്റെ സ്പിരിച്വൽ മാഗ്നാകാട്ട എന്ന് വിശേഷിപ്പിച്ചത്. അപ്പൊ നമ്മള് ഒരു മെജോറിറ്റി ഭാഗങ്ങള് ചരിത്രത്തില് കേരളത്തിന്റെ നോക്കി പോയിട്ടുണ്ട്. ഇനി കുറച്ച് ഭാഗങ്ങളൂടെ കേരളത്തിന്റെ നോക്കാനുണ്ട്. അത് അടുത്ത പാർട്ടിൽ നമുക്ക് പഠിക്കാം കേട്ടോ. അപ്പൊ ഒരുപാട് ലെങ്ത് ആയി പോകും ക്ലാസ്. ഒരുപാട് ലെങ്ത് ആയി പോയാൽ പോലും നിങ്ങൾക്ക് ബോറടി ആയിരിക്കും കേട്ടിരിക്കാനായിട്ട്. അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഇതിന്റെ അടുത്ത ഭാഗം ഡിസ്കസ് ചെയ്യാം. ഈ ഒരു സെക്ഷൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ ഇല്ലയോ എന്ന് കമന്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പൊ നിങ്ങൾ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ എനിക്ക് മിഷൻ കംപ്ലീറ്റ് ആക്കാനായിട്ട് പറ്റുള്ളൂ. അതുപോലെ ഈ ഒരു അസിസ്റ്റന്റ് സെയിൽസ്മാന്റെ സ്റ്റഡി മെറ്റീരിയൽസും 25 മോഡൽ എക്സാമും വേണ്ടവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് മെസ്സേജ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. എല്ലാവരും മെസ്സേജ് ചെയ്യുക കേട്ടോ. മറക്കണ്ട. ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പൊ അടുത്തൊരു വീഡിയോയുമായി കാണാം. താങ്ക് യു സോ മച്ച്.